ഹായ് ഓൾ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 3ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ഫസ്റ്റ് യൂണിറ്റ് ആണ്. നമ്മുടെ യൂണിറ്റിന്റെ പേര് വരുന്നത് ടെൻഡർ ടച്ച് എന്നാണ്. ടെൻഡർ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം മൃദുവായത്, ഭയങ്കര സോഫ്റ്റ് ആയത് എന്നാണ്. ഇവിടെ ടെൻഡർ ടച്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ മറ്റുള്ളവരെ സ്നേഹത്തിലൊന്ന് തൊടുക, ഒരു സ്നേഹസ്പർശം എന്നൊക്കെയാണ്. അപ്പോൾ നമ്മുടെ കൂടെയുള്ളവരെ സഹായിക്കുക, നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ എങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യാം എന്നാണ് ഈ യൂണിറ്റിലൂടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഇപ്പോൾ യൂണിറ്റ് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് പേജിൽ ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. എന്താണത്? 4 കുട്ടികൾ ഒരു റേസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാണ് അല്ലെ, ഓട്ട മത്സരമാണ്. അതിലൊരു കുട്ടി വീണ് കിടക്കുന്നുണ്ട്. പക്ഷെ എന്താ ഉണ്ടായത്? വേറൊരു കുട്ടി ആ കുട്ടിയെ ഹെൽപ്പ് ചെയ്യാണ്, വീണ് കിടക്കുന്ന കുട്ടിയെ ഹെൽപ്പ് ചെയ്യാണ്. മറ്റു 2 പേരും അവരുടെ റേസ് കണ്ടിന്യൂ ചെയ്യുമ്പോഴും ഒരു കുട്ടി വീണ കുട്ടിയെ ഹെൽപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. അവിടെ ഒരു ടെൻഡർ ടച്ചാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഇനി അടുത്ത പേജിൽ കർട്ടൻ റേസർ എന്ന ഭാഗത്തിലും നമുക്ക് 2 ചിത്രങ്ങൾ കാണാം. ആദ്യത്തെ ചിത്രം എന്താണ്? ആദ്യത്തെ ചിത്രത്തിൽ ഒരു പെൺകുട്ടി കുറച്ച് പക്ഷികൾക്ക് ഫുഡ് കൊടുക്കുകയാണ്, പ്രാവിനൊക്കെ ഫുഡ് കൊടുക്കുകയാണ്. രണ്ടാമത്തെ ചിത്രമാണെങ്കിലോ 3 കുട്ടികളുണ്ട്, അതിൽ 2 കുട്ടികൾ ചേർന്ന് മറ്റേ കുട്ടിയുടെ ദേഹത്തേക്ക് ചെളിയാക്കുകയാണ് അല്ലെ. അപ്പൊ ഇതിൽ ടെൻഡർ ടച്ച് ആയിട്ട് വരുന്നത് ഏതാണ്? ആദ്യത്തെ ചിത്രമാണ് അല്ലെ. ആദ്യത്തെ ചിത്രത്തിലാണ് ഒരു കുട്ടി മറ്റുള്ള ബേർഡ്സിന് ഒരു ഹെൽപ്പ് ചെയ്യുന്നത്. പക്ഷെ മറ്റേ ചിത്രത്തിലാണെങ്കിലോ അതിൽ ഒരു കുട്ടിയെ 2 കുട്ടികൾ ചേർന്ന് ഉപദ്രവിക്കുകയാണ്. അതൊരിക്കലും ഒരു ടെൻഡർ ടച്ച് അല്ല. ഇനി നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് കടക്കാം. എ സണ്ണി മോർണിംഗ്, ദ മോർണിംഗ് സൺ പീപ് ത്രൂ ദ വിൻഡോ. അപ്പൊ പ്രഭാത സൂര്യൻ ജനലിൽ കൂടി എത്തി നോക്കി. പീപ്ഡ് എന്ന് പറഞ്ഞാൽ ഒളിഞ്ഞു നോക്കുക അല്ലെങ്കിൽ എത്തി നോക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ ആ പ്രഭാത സൂര്യൻ ജനലിലൂടെ എത്തി നോക്കി. സാഷ, സാഷ, ഇറ്റ്സ് ഗെറ്റിംഗ് ലേറ്റ് ഡിയർ. അപ്പൊ സാഷ എന്ന് പറഞ്ഞ കുട്ടിയെ അമ്മ വിളിക്കുകയാണ്. മദർ കോൾ സാഷ ഇൻ എ സോഫ്റ്റ് വോയിസ്. അപ്പൊ അമ്മ സാഷ എന്ന് പറഞ്ഞ പെൺകുട്ടിയെ ഉറക്കത്തിൽ നിന്ന് വിളിക്കുകയാണ്. സാഷ ഇപ്പോൾ ഓൾറെഡി ലേറ്റ് ആയി. ഷീ വാസ് ഹാഫ് സ്ലീപ്പ്. സാഷയാണെങ്കിലോ പകുതി ഉറക്കത്തിലായിരുന്നു. ഓ അമ്മ, ലെറ്റ് മീ സ്ലീപ്പ് എ ലിറ്റിൽ ലോങ്ങർ. അപ്പൊ നമ്മളെല്ലാവരും പറയുന്നത് പോലെ സാഷയും പറയാണ്, അമ്മ എന്നെ കുറച്ചു നേരം കൂടി ഉറങ്ങാനായിട്ട് സമ്മതിക്കൂ. നോ ഡിയർ, ഇറ്റ്സ് ഓൾറെഡി ലേറ്റ്. മദർ കെയിം ഇൻ ആൻഡ് ജെന്റ്ലി പാറ്റഡ് ഹെർ. അപ്പൊ അമ്മ വന്ന് പതുക്കെ, ജെന്റ്ലി എന്ന് പറഞ്ഞാൽ പതുക്കെ, സാഷയെ തലോടി. പാറ്റഡ് എന്ന് പറഞ്ഞാൽ തലോടുക എന്നാണ് അർത്ഥം. അപ്പൊ അമ്മ സാഷയെ പതുക്കെ തലോടിയിട്ട് പറയാണ്, നോ ഡിയർ, ഇപ്പോൾ തന്നെ ഓൾറെഡി ലേറ്റ് ആണ്. സാഷ ഗോട്ട് ഔട്ട് ഓഫ് ബെഡ് റബിംഗ് ഹെർ ഐസ്. സാഷ അവളുടെ കണ്ണൊക്കെ തിരുമ്മി ബെഡിൽ നിന്ന് എഴുന്നേറ്റു. വാട്ട്സ് ദാറ്റ് സ്മെൽ? ലവ്ലി. ഷീ ടുക്ക് എ ഡീപ് ബ്രെത്ത്. ഒരു ദീർഘ ശ്വാസം എടുത്തിട്ട് സാഷ ഒന്ന് മണപ്പിച്ച് നോക്കിയിട്ട് പറയാണ്, നല്ല മണം വരുന്നുണ്ടല്ലോ, ലവ്ലി. ഷീ റഷ്ഡ് ടു ദ കിച്ചൺ. മദർ ഫോളോഡ് ഹെർ. അപ്പൊ സാഷ അടുക്കളയിലേക്ക് ഓടി. സാഷയെ അമ്മ പിന്തുടർന്നു. അപ്പൊ ഇതിന്റെ താഴെ 2 ചോദ്യങ്ങൾ നമുക്ക് കാണാം. ഏതാണ്? വൈ ഡിഡ് സാഷ റഷ് ടു ദ കിച്ചൺ? എന്തുകൊണ്ടാണ് സാഷ അടുക്കളയിലേക്ക് വേഗത്തിൽ ഓടിയത്? വാട്ട് വിൽ ഷീ സീ ഇൻ ദ കിച്ചൺ? അടുക്കളയിൽ ഓടിപ്പോയപ്പോൾ സാഷ എന്തായിരിക്കും അവിടെ കാണുക? അപ്പൊ എന്തുകൊണ്ടാണ് സാഷ കിച്ചണിലേക്ക് റഷ് ചെയ്തത്? സാഷ റഷ്ഡ് ടു ദ കിച്ചൺ ബിക്കോസ് എ ഗുഡ് സ്മെൽ കെയിം ഫ്രം ദ കിച്ചൺ. അടുക്കളയിൽ നിന്ന് നല്ലൊരു മണം വന്നു, അതുകൊണ്ടാണ് സാഷ കിച്ചണിലേക്ക് ഓടിയത് അല്ലെ. വാട്ട് വിൽ ഷീ സീ ഇൻ ദ കിച്ചൺ? അടുക്കളയിൽ എന്തായിരിക്കും സാഷ കാണുക? ഷീ വിൽ സീ സംതിങ് സ്പെഷ്യൽ മെയ്ഡ് ബൈ ഹെർ ഫാദർ. സാഷയുടെ അച്ഛൻ എന്തെങ്കിലും ഉണ്ടാക്കിയ ഒരു സ്പെഷ്യൽ ഫുഡ് ആയിരിക്കും സാഷ കിച്ചണിൽ കാണാം. നമുക്ക് നോക്കാം എന്താണ് ആ സ്പെഷ്യൽ ഫുഡ് എന്ന്. അടുത്ത ഭാഗം വരുന്നത് സാഷാസ് ഫേവറേറ്റ് സ്നാക്ക്. അപ്പൊ സാഷയുടെ ഇഷ്ടപ്പെട്ട പലഹാരം എന്താണെന്ന് നമുക്ക് നോക്കാം. ഫാദർ വാസ് ബിസി ഇൻ ദ കിച്ചൺ. അപ്പൊ അച്ഛൻ അടുക്കളയിൽ തിരക്കിലായിരുന്നു. സാഷ, യുവർ ഫേവറേറ്റ് സ്നാക്ക് ഈസ് റെഡി, ഹി സെഡ്. അപ്പൊ അച്ഛൻ പറയാണ്, സാഷ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്നാക്ക് റെഡിയാണ്. അമ്മ, ഷാൽ ഐ ടേക്ക് സം ഓഫ് ഇറ്റ് ടു സ്കൂൾ? സാഷ ആസ്ക്ഡ്. അപ്പൊ സാഷ അമ്മയോട് ചോദിക്കുകയാണ്, അമ്മ കുറച്ച് ഞാൻ സ്കൂളിലേക്ക് കൊണ്ടുപോയിക്കോട്ടെ? ഷുവർ ഡിയർ, ഗോ ആൻഡ് ഗെറ്റ് റെഡി, മദർ സെഡ്. അപ്പൊ അമ്മ പറഞ്ഞു, ഷുവർ, ഇപ്പൊ പോയിട്ട് റെഡി ആവും. ഷി വെന്റ് ടു ദ വാഷ്റൂം ഹമ്മിങ് എ ട്യൂൺ. ഒരു പാട്ട് മൂളിക്കൊണ്ട് സാഷ വാഷ്റൂമിലേക്ക് പോയി. സാഷ, ആറിന്റ് യു റെഡി യെറ്റ്? ഇറ്റ് വാസ് നവീൻ, ഹെർ ഫ്രണ്ട്. അപ്പൊ സാഷ റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോൾ ആരാണ് വന്നത്? സാഷയുടെ ഫ്രണ്ട് ആയിട്ടുള്ള നവീനാണ് അങ്ങോട്ട് വന്നത്. സാഷ, നീ ഇതുവരെ റെഡി ആയില്ലേ? ഹി വാസ് വെയിറ്റിംഗ് അറ്റ് ദ ഗേറ്റ്. അപ്പോൾ അവൻ ഗേറ്റിനടുത്ത് വെയിറ്റ് ചെയ്യായിരുന്നു. ജസ്റ്റ് 5 minutes. സാഷ ഹറീഡ് അപ്പ്. അപ്പോൾ സാഷ പറഞ്ഞു, ഒരു 5 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് സാഷയെ തിടുക്കം കൂട്ടി. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം വന്നിട്ടുണ്ട് അല്ലേ. വാട്ട് ഈസ് സാഷാസ് ഫേവറേറ്റ് സ്നാക്ക്? സാഷയുടെ ഇഷ്ടപ്പെട്ട പലഹാരം എന്താണ്? സാഷാസ് ഫേവറേറ്റ് സ്നാക്ക് ഈസ് ഉണ്ണിയപ്പം. ചിലപ്പോൾ സാഷയുടെ ഫേവറേറ്റ് സ്നാക്ക് ഉണ്ണിയപ്പം ആയിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് സാഷ ക്ലാസ്സിലേക്ക് കൊണ്ടുപോയിട്ട് അത് ചെയ്യാന്ന്. ദ സർപ്രൈസ് എന്നാണ് ഈ ഭാഗത്തിന്റെ പേര്. സാഷ ആൻഡ് നവീൻ റീച്ച്ഡ് സ്കൂൾ ജസ്റ്റ് ബിഫോർ ദ ബെൽ റാങ്. സാഷയും നവീനും ബെല്ലടിക്കുന്നതിന് തൊട്ട് മുമ്പ് സ്കൂളിലെത്തി. ഇറ്റ് സ്മെൽസ് നൈസ്, വാട്ട്സ് ഇൻ യുവർ ബാഗ്? നവീൻ ആസ്ക്ഡ്. അപ്പൊ നവീൻ ചോദിക്കുകയാണ്, നല്ല മണം വരുന്നുണ്ടല്ലോ, എന്താണ് നിന്റെ ബാഗില്? ഇറ്റ്സ് എ സർപ്രൈസ്, വെയിറ്റ് ഫോർ എ വൈൽ. അപ്പൊ സാഷ പറയാണ്, അതൊരു സർപ്രൈസ് ആണ്, കുറച്ചു നേരം കൂടി കാത്തിരിക്കൂ. വെയിറ്റ് ഫോർ എ വൈൽ എന്ന് പറഞ്ഞാൽ കുറച്ചു നേരം കൂടി കാത്തിരിക്കൂ.
സാഷ took out the tiffin box and opened it. സാഷ ബാഗിൽ നിന്ന് ആ ബോക്സ് എടുത്ത് തുറന്നു. വാവ്, ഉണ്ണിയപ്പം, നവീൻ എക്സ്ക്ലെയിംഡ്. അപ്പോൾ നവീൻ അതിശയത്തിൽ പറയാണ്, വാവ്, ഉണ്ണിയപ്പം. All the children rushed towards Sasha. അപ്പോൾ എല്ലാ കുട്ടികളും സാഷയുടെ അടുത്തേക്ക് വന്നു. Wait, don't rush. There is enough for everyone, നവീൻ said. നവീൻ പറയാണ്, വെയിറ്റ്, ആരും തിരക്ക് കൂട്ടണ്ട, എല്ലാവർക്കും ഉള്ളത് ഇതിലുണ്ട്. At that moment, someone appeared at the window. ആ സമയത്താണ് ആരോ ജനലിനടുത്ത് വന്നത്, പ്രത്യക്ഷപ്പെട്ടത്. അപ്പിയർഡ് എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷപ്പെടുക എന്നാണ് അർത്ഥം. ഹേ, ഹു ഇസ് ദാറ്റ്? സാഷ ആസ്ക്ഡ്. അപ്പൊ സാഷ ചോദിക്കുകയാണ്, ഹേ, അത് ആരാണ് എന്ന്. സാഷ സോ സംബഡി അറ്റ് ദ വിൻഡോ. ഹു കുഡ് ദാറ്റ് ബി? ഇപ്പൊ സാഷ ആരെയോ ജനലിനടുത്ത് കണ്ടു, അത് ആരായിരിക്കും, നമുക്ക് നോക്കാം. എ ഗേൾ അറ്റ് ദ വിൻഡോ. നവീൻ ലുക്ക്ഡ് അറ്റ് ദ വിൻഡോ ആൻഡ് സോ എ ഗേൾ. അപ്പൊ സാഷ അവിടെ ആരോ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ നവീൻ ജനലിനടുത്തേക്ക് നോക്കി. അപ്പൊ ഒരു പെൺകുട്ടിയെയാണ് അവൻ കണ്ടത്. ഐ ഹാവ് സീൻ ഹർ സംവേർ, ഹി സെഡ്. അപ്പൊ അവൻ പറയാണ്, ഞാൻ ഈ കുട്ടിയെ എവിടെയോ കണ്ടിട്ടുണ്ട്. ദ ഗേൾ വാസ് ലുക്കിംഗ് അറ്റ് ദം ക്യൂരിയസ്ലി. ആ പെൺകുട്ടിയാണെങ്കിലോ ഇവര് ആകാംക്ഷയോടെയാണ് നോക്കുന്നത്. ക്യൂരിയസ് എന്ന് പറഞ്ഞാൽ ആകാംക്ഷ എന്നാണ് അർത്ഥം. ഹർ മെസ്സി ഹെയർ വാസ് സ്വിങ്ങിങ് ഇൻ ദ വിൻഡ്. ആ പെൺകുട്ടിയുടെ മെസ്സി ആയിട്ട് അലങ്കോലമായിട്ട് കിടക്കുന്ന മുടി കാറ്റിൽ ആടുന്നുണ്ട്. മെസ്സി എന്ന് പറഞ്ഞാൽ അലങ്കോലമായതെന്നാണ് അർത്ഥം. വാസ് സ്വിങ്ങിങ് ഇൻ ദ വിൻഡ്. സ്വിങ്ങിങ് എന്ന് പറഞ്ഞാൽ ആടുക. ഇപ്പം കാറ്റിൽ ഈ അലങ്കോലമായിട്ടുള്ള മുടിയൊക്കെ ആടുന്നുണ്ട്. ഷീ ലുക്ക്ഡ് വെരി ടയേർഡ്. ആ കുട്ടിയാണെങ്കിലോ കാണാൻ വളരെ ക്ഷീണിതയായിട്ടാണ് ഇരിക്കുന്നത്. സാഷ വെന്റ് ടു ദ വിൻഡോ. അപ്പോൾ സാഷ ജനലിനടുത്തേക്ക് പോയി. ഷീ ഓഫേർഡ് ആൻ ഉണ്ണിയപ്പം ടു ദ ഗേൾ. സാഷ ആ കുട്ടിക്ക് ഉണ്ണിയപ്പം കൊടുത്തു. ബട്ട് ദ ഗേൾ റാൻ അവേ വിതൗട്ട് ടേക്കിംഗ് ഇറ്റ്. പക്ഷെ എന്താ ഉണ്ടായത്? ആ കുട്ടി ആ ഉണ്ണിയപ്പം വാങ്ങാതെ ഓടിപ്പോയി. സാഷ സൈസ് ഫോളോഡ് ദ ഗേൾ. അപ്പോൾ സാഷയുടെ കണ്ണും ആ കുട്ടിയെ പിന്തുടർന്നു. എങ്ങോട്ടാണ് ആ കുട്ടി പോയത് എന്ന് സാഷ നോക്കി. ബട്ട് ദ ഗേൾ ഡിസപ്പിയർഡ് ബിഹൈൻഡ് ദ ബുഷസ്. പക്ഷെ പുല്ലുകളുടെ ഇടയിലേക്ക് ആ പെൺകുട്ടി പെട്ടെന്ന് അപ്രത്യക്ഷയായി, പെട്ടെന്ന് ഓടിപ്പോയി. Where does she live? Sasha asked Naveen, who was enjoying a big bite of ഉണ്ണിയപ്പം. ഒരു വലിയ കഷ്ണം ഉണ്ണിയപ്പം കടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്ന നവീനോട് സാഷ ചോദിക്കുകയാണ്, Where does she live? എവിടെയാണ് അവൾ താമസിക്കുന്നത്? I don't know, he said. അപ്പോൾ അവൻ പറയാണ്, എനിക്കറിയില്ല. Poor girl, her clothes are torn, Sasha said. അപ്പോൾ സാഷ പറയാണ്, പാവം കുട്ടി, അവളുടെ ഡ്രസ്സൊക്കെ കീറിയതാണ്. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം വന്നിട്ടുണ്ട് അല്ലേ, Why didn't the girl accept the ഉണ്ണിയപ്പം? എന്തുകൊണ്ടാണ് ആ പെൺകുട്ടി ഉണ്ണിയപ്പം വാങ്ങാതെ പോയത്? ചിലപ്പോൾ ആ പെൺകുട്ടിക്ക് നാണവോ അല്ലെങ്കിൽ എന്തെങ്കിലും പേടിയോ ആയിരിക്കും അല്ലേ. മേ ബി ഷി വാസ് ഷൈ. ഒരു നാണക്കേട് കൊണ്ടായിരിക്കും ആ പെൺകുട്ടി ഉണ്ണിയപ്പം വാങ്ങാതെ ഓടിപ്പോയത്. അടുത്ത ഭാഗത്തിന്റെ പേര് ദ ഗേൾ കംസ് അഗെയിൻ എന്നാണ്. ആ പെൺകുട്ടി വീണ്ടും വരികയാണ്. ദ ബെസ്റ്റ് ഓഫ് ഫ്രണ്ട്സ് ക്യാൻ ചേഞ്ച് എ ഫ്രൗൺ ഇൻ ടു എ സ്മൈൽ വെൻ യു ഫീൽ ഡൗൺ. മിസ് അനുപമ ദ ടീച്ചർ വാസ് സിംഗിങ് എ സോങ് ഇൻ ദ ക്ലാസ്. ഇവിടെ അവരുടെ ക്ലാസ് ടീച്ചറായിട്ടുള്ള അനുപമ ടീച്ചർ ക്ലാസ്സിൽ പാടുന്ന പാട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദ ബെസ്റ്റ് ഓഫ് ഫ്രണ്ട്സ് ക്യാൻ ചേഞ്ച് എ ഫ്രൗൺ ഇൻ ടു എ സ്മൈൽ വെൻ യു ഫീൽ ഡൗൺ. അപ്പം എന്താണ് പറയുന്നതില്? നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സിന് നമ്മുടെ വിഷമം പോലും ചിരിയാക്കി മാറ്റാനായിട്ട് പറ്റും. ഇവിടെ ഫ്രൗൺ എന്ന് പറഞ്ഞാൽ വിഷമാണ്. അപ്പം നമ്മുടെ വിഷമത്തിനെ എന്താക്കി മാറ്റാൻ പറ്റും? ദേ ക്യാൻ ചേഞ്ച് എ ഫ്രൗൺ ഇൻ ടു എ സ്മൈൽ. ഒരു ചിരിയാക്കി മാറ്റാൻ പറ്റും. വെൻ യു ഫീൽ ഡൗൺ, നമുക്ക് വിഷമം തോന്നുമ്പോൾ. മിസ് അനുപമ their teacher was singing a song in the class. Suddenly, Sasha saw the girl again at the door. പെട്ടെന്ന് സാഷ ആ കുട്ടിയെ വീണ്ടും വാതിലിനടുത്ത് കണ്ടു. Poor girl, I think she wants to come in. അപ്പൊ സാഷ പറയാണ്, സാഷ മേമറിയാണ്, പതുക്കെ പറയാണ്, പാവം കുട്ടി, എനിക്ക് തോന്നുന്നു ആ കുട്ടിക്ക് അകത്തേക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് വരാനായിട്ട് ആഗ്രഹമുണ്ട്. Listen, said the teacher. അപ്പൊ ടീച്ചർ പെട്ടെന്ന് പറഞ്ഞു, ലിസൺ, എല്ലാവരും ശ്രദ്ധിക്കൂ. Hearing the teacher's voice, the girl ran away. അപ്പൊ ടീച്ചറുടെ ശബ്ദം കേട്ടപ്പോൾ ആ പെൺകുട്ടി പെട്ടെന്ന് അവിടെ നിന്ന് ഓടിപ്പോയി. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ചോദ്യം എന്താണ്? വൈ ഡിഡ് ദ ഗേൾ കം അഗെയിൻ? എന്തുകൊണ്ടാണ് ആ കുട്ടി വീണ്ടും വന്നിട്ടുണ്ടാവുക? ആ കുട്ടിക്ക് ക്ലാസ്സിൽ ഇരിക്കാനോ അല്ലെങ്കിൽ ടീച്ചറുടെ പാട്ടൊക്കെ കേൾക്കാൻ ആഗ്രഹമായിട്ടായിരിക്കും അല്ലേ. ദ ഗേൾ കെയിം അഗെയിൻ ടു ലിസൺ ടു ദ ടീച്ചേഴ്സ് സോങ്. ആ ടീച്ചറുടെ പാട്ട് കേൾക്കാനായിരിക്കും ആ കുട്ടി വീണ്ടും വന്നിട്ടുണ്ടാവുക. അടുത്ത ഭാഗം വരുന്നത് ലല്ലബി എന്നാണ്. ലല്ലബി എന്ന് പറഞ്ഞാൽ താരാട്ട് എന്നാണ് അർത്ഥം. ആഫ്റ്റർ സ്കൂൾ സാഷ ആൻഡ് നവീൻ വർ വാക്കിംഗ് ഹോം. സ്കൂളിന് ശേഷം സാഷയും നവീനും വീട്ടിലേക്ക് നടന്നു പോവാണ്. ഓൺ ദ വേ ദേ ഹേർഡ് സമ്മൺ സിംഗിങ് എ സോങ്. അവർ പോകുന്ന വഴിയിൽ ആരോ ഒരു പാട്ട് പാടുന്നതായിട്ട് കേട്ടു. ദി ബെസ്റ്റ് ഓഫ് ഫ്രണ്ട്സ് വിൽ അണ്ടർസ്റ്റാൻഡ് യുവർ ലിറ്റിൽ ട്രയൽസ് ആൻഡ് ലെൻഡ് എ ഹാൻഡ്. അപ്പോൾ പാട്ടിൽ എന്താ പറയുന്നത്? ദ ബെസ്റ്റ് ഓഫ് ഫ്രണ്ട്സ് വിൽ അണ്ടർസ്റ്റാൻഡ്. നമ്മളുടെ ബെസ്റ്റ് ഫ്രണ്ട്സിനെ മനസ്സിലാവും എന്താണ്? യുവർ ലിറ്റിൽ ട്രയൽസ്, നമ്മളുടെ ചെറിയ ചെറിയ കഷ്ടപ്പാടുകൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അവർക്ക് മനസ്സിലാകും. ആൻഡ് ലെൻഡ് എ ഹാൻഡ്, എന്നിട്ട് അവർ നമ്മളെ സഹായിക്കും എന്നാണ് ഇതിൽ പറയുന്നത്. നവീൻ, ഡു യു ഹിയർ ദ സോങ്? സാഷ ആസ്ക്. അപ്പോൾ സാഷ നവീനോട് ചോദിക്കുകയാണ്, നവീൻ, നീ ആ പാട്ട് കേട്ടോ? ദാറ്റ്സ് ദ സോങ് അവർ ടീച്ചർ ടോട്ട് us ടുഡേ, നവീൻ റിപ്ലൈഡ്. അപ്പോൾ നവീൻ പറയാണ്, നമ്മളുടെ ടീച്ചർ എന്ന് പഠിപ്പിച്ച പാട്ടല്ലേ അത്. ബട്ട് ഹൂ ഇസ് സിംഗിങ്? കം ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്.
പക്ഷെ ആരാണിത് പാടുന്നത്, വാ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് നവീനും സാഷയും ആരാണ് ഈ പാട്ട് പാടുന്നത് എന്ന് നോക്കാൻ പോവാണ്. ഹൂ ഡു യു തിങ്ക് വാസ് സിംഗിങ്? അപ്പൊ ആരായിരിക്കും ഈ പാട്ട് പാടുക? നിങ്ങൾക്ക് എന്താ തോന്നുന്നേ? ആ ഗേൾ ആയിരിക്കും അല്ലേ? ഐ തിങ്ക് ദി ഗേൾ വാസ് സിംഗിങ്. ആ പെൺകുട്ടി ആയിരിക്കും ആ പാട്ട് പാടുന്നുണ്ടാവുക. കാരണം ആ കുട്ടിയാണ് ആ ക്ലാസ് എടുക്കുന്ന സമയത്ത്, ആ പാട്ട് പാടുന്ന സമയത്ത് ആ വാതിലിനടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നത്. എ പ്ലസന്റ് സർപ്രൈസ്. സാഷ ആൻഡ് നവീൻ സ്പോട്ടഡ് ദ ഗേൾ നിയർ എ ട്രീ. സാഷയും നവീനും ആ പെൺകുട്ടിയെ ഒരു മരത്തിന്റെ അടുത്ത് കണ്ടു. ഷി വാസ് ക്രാഡ്ലിംഗ് ഹെർ ലിറ്റിൽ ബ്രദർ സിംഗിങ് ദ സോങ്. ആ പെൺകുട്ടിയാണെങ്കിലോ അവളുടെ കുഞ്ഞനിയനെ ഒരു തൊട്ടിലിൽ ആട്ടിയിട്ട് ഈ പാട്ട് പാടുകയാണ്. ആ കുട്ടിയെ ഉറക്കുകയാണ് അല്ലെ. ഹൗ ക്വിക്ലി ഹാസ് ഷീ ലേൺ ദ സോങ്? നവീൻ വിസ്പേർഡ് ടു സാഷ. നവീൻ സാഷയോട് പതുക്കെ പറയാണ്, വിസ്പർ ചെയ്യാന്ന് പറഞ്ഞാൽ പതുക്കെ പറയാണ്, എത്ര പെട്ടെന്നാണ് അവൾ ഈ പാട്ട് പഠിച്ചത്. ദ ഗേൾ സോ ദെം ആൻഡ് സ്മൈൽഡ്. അപ്പൊ ആ പെൺകുട്ടി ഇവരെ കണ്ടപ്പോൾ ചിരിച്ചു. ഷി ട്രൈ ടു കോം ഹെർ ഡ്രൈ ഹെയർ വിത്ത് ഹെർ ഫിംഗേഴ്സ്. അവളുടെ വരണ്ട മുടി അവൾ വിരലുകൾ കൊണ്ട് ഈരാനായിട്ട് നോക്കി. യു സിംഗ് ബ്യൂട്ടിഫുള്ളി. നവീൻ അപ്രിഷിയേറ്റഡ് ഹെർ. നവീൻ കുട്ടി അഭിനന്ദിച്ചിട്ട് പറയാണ്, നീ നന്നായിട്ട് പാടുന്നുണ്ട്. സാഷ വോണ്ടഡ് ടു ഗിവ് ദ ഗേൾ എ ഗിഫ്റ്റ്. സാഷയ്ക്കാണെങ്കിലോ ആ പെൺകുട്ടിക്ക് ഒരു സമ്മാനം കൊടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. വാട്ട് വുഡ് ബി സാഷാസ് ഗിഫ്റ്റ്? സാഷയുടെ ഗിഫ്റ്റ് എന്തായിരിക്കും സാഷ കൊടുക്കുക? കുട്ടിക്ക് പഠിക്കാനായിട്ട് ആഗ്രഹം ഉണ്ട് അല്ലെ. അപ്പൊ സാഷ ചിലപ്പോൾ ഒരു പുസ്തകമായിരിക്കും കൊടുക്കുന്നുണ്ടാവുക. ദ ഗിഫ്റ്റ് വുഡ് ബി എ ബുക്ക്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് സാഷ കൊടുത്തതെന്ന്. ദ ഗിഫ്റ്റ്. സാഷ ഓപ്പൺ ഹെർ ബാഗ് ആൻഡ് ടുക്ക് ഔട്ട് എ ബുക്ക്. അപ്പൊ സാഷ അവളുടെ ബാഗ് തുറന്നിട്ട് അതിൽ നിന്നൊരു പുസ്തകം പുറത്തേക്ക് എടുത്തു. ഇറ്റ് വാസ് എ പിക്ചർ സ്റ്റോറി ബുക്ക്. അതൊരു പിക്ചർ സ്റ്റോറി കഥാപുസ്തകമായിരുന്നു, ചിത്രകഥകളുള്ള ഒരു പുസ്തകമായിരുന്നു. ഹിയർ ഇസ് എ ഗിഫ്റ്റ് ഫോർ യു. ഇത് നിനക്കൊരു ഗിഫ്റ്റ് ആണ്. സാഷ ഹാൻഡഡ് ഇറ്റ് ഓവർ ടു ഹെർ. അപ്പൊ സാഷ ആ ഗിഫ്റ്റ് ആ പെൺകുട്ടിക്ക് കൊടുത്തു. ദ ഗേൾ വൈപ്ഡ് ഹെർ ഹാൻഡ്സ് ഓൺ ഹെർ സ്കേർട്ട്. ആ കുട്ടി അവളുടെ കൈകള് പാവാടയിൽ തുടക്കുകയാണ്. വൈപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ കയ്യിൽ തുടച്ചു. ഷീ റിസീവ്ഡ് ദ ബുക്ക് വിത്ത് എ സ്മൈൽ. അപ്പൊ ചിരിച്ചുകൊണ്ട് ആ പെൺകുട്ടി ആ പുസ്തകം വാങ്ങുകയാണ്. കവിത, ഹൂ ഇസ് ദർ? ഹെർ മദർ കോൾഡ് ഔട്ട്. പെട്ടെന്ന് ആ പെൺകുട്ടിയുടെ അമ്മ വിളിക്കുകയാണ്, കവിത ആരാണ് അവിടെ എന്ന്. അപ്പൊ ആ കുട്ടിയുടെ പേര് കവിത എന്നാണ്. ലെറ്റ്സ് ഗോ, നവീൻ ഹറീഡ് ഹിയറിംഗ് ദ വോയിസ്. അപ്പൊ ആ ശബ്ദം കേട്ടപ്പോൾ നവീൻ തിരക്ക് കൂട്ടി, വാ നമുക്ക് വേഗം പോവാം. വി ഷുഡ് ടെൽ അനു ടീച്ചർ അബൌട്ട് കവിത. ഐ തിങ്ക് ഷി വിൽ ഹെൽപ്പ് ഹെർ, സാഷ സജസ്റ്റ്. സാഷ പറയാണ്, നമുക്ക് അനു ടീച്ചറോട് എന്തായാലും കവിതയുടെ കാര്യം പറയാം, ചിലപ്പോൾ അനു ടീച്ചർ കവിതയെ ഹെൽപ്പ് ചെയ്യുമായിരിക്കും എന്ന് സാഷ പറഞ്ഞിട്ട് അവർ രണ്ടുപേരും അവിടെ നിന്ന് പോവുകയാണ്. വിൽ അനു ടീച്ചർ ഹെൽപ്പ് കവിത? ഹൗ? അനു ടീച്ചർക്ക് കവിതയെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റുമോ? അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യാന്നാണ് ചോദിച്ചിരിക്കുന്നത്. അനു ടീച്ചർ വിൽ ഹെൽപ്പ് കവിത ബൈ ജോയിനിങ് ഹെർ ടു ദ സ്കൂൾ. കവിതയെ സ്കൂളിൽ ചേർത്താനായിട്ട് അനു ടീച്ചർക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും അല്ലേ. അങ്ങനെ അനു ടീച്ചർക്ക് കവിതയെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് നോക്കാം അനു ടീച്ചർ എന്താണ് ചെയ്തതെന്ന്. അടുത്ത ഭാഗം വരുന്നത് ദ സ്മൈൽ എന്നാണ്. ഡിയർ ചിൽഡ്രൻ, ടുഡേ വി ഹാവ് എ ന്യൂ ഫ്രണ്ട്. ഷീ ബിലോങ്സ് ടു എ പ്ലേസ് ഫാർ അവേ. ലെറ്റ്സ് വെൽക്കം ഹെർ. The headmaster introduced Kavita in the school assembly. ഇപ്പോൾ ഹെഡ് മാസ്റ്റർ കവിതയെ സ്കൂൾ അസംബ്ലിയിൽ എല്ലാവർക്കും പരിചയപ്പെടുത്തുകയാണ്. ഡിയർ ചിൽഡ്രൻ, ഇന്ന് നമുക്ക് പുതിയൊരു ഫ്രണ്ട് ഉണ്ട്. അവൾ ഒരു വളരെ അകലെ നിന്നാണ് വരുന്നത്. ഷീ ബിലോങ്സ് ടു എ പ്ലേസ് ഫാർ അവേ. വളരെ അകലെ നിന്ന് എന്നാണ് അർത്ഥം. ലെറ്റ്സ് വെൽക്കം ഹെർ. അപ്പൊ നമുക്ക് അവളെ സ്വാഗതം ചെയ്യാം. ഷീ കെയിം ഫോർവേഡ് ഡ്രസ്ഡ് ഇൻ ദ സ്കൂൾ യൂണിഫോം. അപ്പോൾ കവിതയാണെങ്കിൽ സ്കൂൾ യൂണിഫോം ഒക്കെ ഇട്ടിട്ട് മുന്നോട്ട് വരികയാണ്. കെയിം ഫോർവേഡ്. ഷീ സ്മൈൽഡ് വാംലി അറ്റ് എവ്രി വൺ. എല്ലാവരെയും നോക്കിയിട്ട് കവിത ചിരിക്കുന്നുണ്ട്. The headmaster invited Kavita's parents to the stage. Headmaster കവിതയുടെ പാരന്റ്സിനെയും സ്റ്റേജിലേക്ക് വിളിച്ചു. All the children clapped. എല്ലാ കുട്ടികളും ക്ലാപ്പ് ചെയ്തു. I congratulate Sasha and Naveen. They helped Kavita to join us. ഹെഡ്മാസ്റ്റർ പറയാണ്, ഞാൻ സാഷയെയും നവീനെയും അഭിനന്ദിക്കുകയാണ്, കാരണം അവരാണ് കവിതയെ സ്കൂളിൽ ചേർത്താനായിട്ട് ഹെൽപ്പ് ചെയ്തത്. സാഷ, നവീൻ, പ്ലീസ് കം ടു ദ ഡൈസ്. സാഷ, നവീൻ രണ്ടുപേരും സ്റ്റേജിലേക്ക് കയറി വരൂ, വേദിയിലേക്ക് കയറി വരൂ എന്ന് പറഞ്ഞ് ഹെഡ്മാസ്റ്റർ അവരെയും വിളിക്കുകയാണ്. ദ ഹെഡ്മാസ്റ്റർ എൻകറേജ്ഡ് ക്ലാപ്പിംഗ് ഹാൻഡ്സ്. അപ്പോൾ കൈയടിച്ചിട്ട് അവരെയും ഡയസിലേക്ക് എന്ന് പറഞ്ഞാൽ വേദിയിലേക്ക് വിളിക്കുകയാണ്. വൈ ഡിഡ് ദ ഹെഡ്മാസ്റ്റർ ഇൻവൈറ്റ് നവീൻ ആൻഡ് സാഷ ടു ദ ഡൈസ്? എന്തുകൊണ്ടാണ് നവീനെയും സാഷയെയും ഹെഡ്മാസ്റ്റർ സ്റ്റേജിലേക്ക് വിളിക്കുന്നത്? കാരണം അവരാണ് കവിതയെ സ്കൂളിൽ ജോയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തത്. ഹെഡ്മാസ്റ്റർ ഇൻവൈറ്റഡ് നവീൻ ആൻഡ് സാഷ ടു ദ ഡൈസ് ബിക്കോസ് ദേ ഹെൽപ്ഡ് കവിത ടു ജോയിൻ ദ സ്കൂൾ. ടിയേഴ്സ് ഓഫ് ജോയ്. ഇപ്പൊ സന്തോഷത്തിന്റെ കണ്ണീര് എന്നാണ് പറയുന്നത്. സാഷ ആൻഡ് നവീൻ മൂവ് ടുവേർഡ്സ് ദ സ്റ്റേജ്. സാഷയും നവീനും സ്റ്റേജിനടുത്തേക്ക് വന്നു. ദ ഹെഡ്മാസ്റ്റർ ഷുക്ക് ഹാൻഡ്സ് വിത്ത് ദം. ഹെഡ്മാസ്റ്റർ അവർക്ക് കൈ കൊടുത്തു, ഷേക്ക് ഹാൻഡ് കൊടുത്തു. All the children applauded them again. എല്ലാ കുട്ടികളും വീണ്ടും അവരെ അഭിനന്ദിച്ചു. എല്ലാവരും ക്ലാപ്പ് ചെയ്തു. കവിത looked at Sasha and Naveen. Her eyes brightened with gratitude. കവിത സാഷയെയും നവീനെയും നോക്കി. അവളുടെ കണ്ണിൽ എന്തായിരുന്നു? നന്ദിയായിരുന്നു അവരോടുള്ളത്. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നന്ദി. അപ്പോൾ കവിതയുടെ കണ്ണുകളിൽ നന്ദി കൊണ്ടുള്ള ഒരു തിളക്കമായിരുന്നു. അനു ടീച്ചേഴ്സ് സോങ് വാസ് echoing in every mind.
എല്ലാവരുടെയും മനസ്സിൽ അനു ടീച്ചറുടെ പാട്ടായിരുന്നു ആ സമയത്ത് ഓർമ്മ വന്നത്. ദ ബെസ്റ്റ് ഓഫ് ഫ്രണ്ട്സ് വർത്ത് മോർ ദാൻ ഗോൾഡ് ഗിവ് ഓൾ ദ ലവ് എ ഹാർട്ട് ക്യാൻ ഹോൾഡ്. ഏതാണ് ആ പാട്ട്? ദ ബെസ്റ്റ് ഓഫ് ഫ്രണ്ട്സ് വർത്ത് മോർ ദാൻ ഗോൾഡ്. ബെസ്റ്റ് ഫ്രണ്ട്സ് സ്വർണത്തേക്കാൾ വിലയുള്ളതാണ്. ഗിവ് ഓൾ ദ ലവ് എ ഹാർട്ട് ക്യാൻ ഹോൾഡ്. ഒരു ഹൃദയത്തിന് പിടിക്കാൻ പറ്റുന്ന അത്രയും സ്നേഹം നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സിന് കൊടുക്കണം എന്നാണ് ഈ സോങ്. അനുപമ ടീച്ചർ കെയിം ഫോർവേഡ് ആൻഡ് ഹഗ്ഡ് കവിത. അനുപമ ടീച്ചർ മുന്നോട്ട് വന്നിട്ട് കവിതയെ കെട്ടിപ്പിടിച്ചു. ദി ഗേൾ സ്മൈൽഡ്, എ ടൈനി ഡ്രോപ്പ് ഓഫ് ടിയർ ഗ്ലിറ്റേർഡ് ഇൻ ദി കോർണർ ഓഫ് ഹെർ ഐസ്. അപ്പോൾ കവിതയെ കെട്ടിപ്പിടിച്ചപ്പോൾ കവിത ചിരിക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഒരു ചെറിയ തുള്ളി കണ്ണുനീര് കവിതയുടെ കണ്ണിൽ തിളങ്ങുന്നുണ്ടായിരുന്നു. സന്തോഷം കൊണ്ടുള്ള ഒരു കണ്ണീരായിരുന്നു അത്. ടിയേഴ്സ് ഓഫ് ജോയ്. വൈ ഡിഡ് കവിത സ്മൈൽ? എന്തുകൊണ്ടാണ് കവിത ചിരിക്കുന്നത്? കവിത സ്മൈൽ ബിക്കോസ് ഷി വാസ് ഹാപ്പി ആസ് ഷി ജോയിൻ ദ സ്കൂൾ. എന്തുകൊണ്ടാണ് കവിത ചിരിക്കുന്നത്? സ്കൂളിൽ ജോയിൻ ചെയ്തതുകൊണ്ട് തന്നെ കവിത വളരെ ഹാപ്പിയാണ്. അതുകൊണ്ടാണ് കവിത ചിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ സ്റ്റോറി അവസാനിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ആക്ടിവിറ്റീസ് നോക്കാം. അതിനു മുമ്പ് നമുക്ക് അവിടെ ഒരു പോയം കൊടുത്തിട്ടുണ്ട്, അത് വായിക്കാം. അതിന്റെ പേര് വരുന്നത് ലെറ്റ്സ് ബി ഫ്രണ്ട്സ് എന്നാണ്. Let's be friends, let's play together, having fun all together. Let's be friends, let's play together, having fun all together. എന്താ പറയുന്നത്? ലെറ്റ്സ് ബി ഫ്രണ്ട്സ്, നമുക്ക് കൂട്ടുകാരാകാം. ലെറ്റ്സ് പ്ലേ ടുഗെദർ, നമുക്ക് ഒരുമിച്ച് കളിക്കാം. ഹാവിംഗ് ഫൺ ഓൾ ടുഗെദർ, എല്ലാവർക്കും ഒരുമിച്ച് സന്തോഷിക്കാം എന്നാണ് പറയുന്നത്. യുവർ ടേൺ ദെൻ മൈ ടേൺ, ലെറ്റ്സ് ഷെയർ ആൻഡ് സേ താങ്ക് യു. യുവർ ടേൺ ദെൻ മൈ ടേൺ, ഷെയറിംഗ് ഈസ് കെയറിംഗ്, ദാറ്റ്സ് വാട്ട് വി ഡു. എന്താ പറയുന്നത്? യുവർ ടേൺ, ആദ്യം നിന്റെ അവസരം. ദെൻ മൈ ടേൺ, പിന്നെ ഞാൻ. ലെറ്റ്സ് ഷെയർ, നമുക്ക് എന്ത് ചെയ്യാം? പങ്കിടാം. ആൻഡ് സേ താങ്ക് യു, നമ്മുടെ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ട് നമുക്ക് നന്ദി പറയാം. യുവർ ടേൺ ദെൻ മൈ ടേൺ, ഷെയറിംഗ് ഈസ് കെയറിംഗ്, ദാറ്റ്സ് വാട്ട് വി ഡു. ഷെയറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? കെയറിംഗ് ആണ്. നമ്മൾ കാര്യങ്ങൾ പങ്കിടുക എന്ന് പറഞ്ഞാൽ അതൊരു കെയറിംഗ് ആണ്. ദാറ്റ്സ് വാട്ട് വി ഡു, അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ സോങ് വരുന്നത്. അതിനിടയിൽ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. വാട്ട് ആർ ദ ഗെയിംസ് യു പ്ലേ വിത്ത് യുവർ ഫ്രണ്ട്സ്? നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ കൂടെ നിങ്ങൾ കളിക്കുന്ന ഗെയിംസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾ ഇവിടെ എഴുതാം. ഇനി നമുക്ക് ആക്ടിവിറ്റി 1 നോക്കാം. ആക്ടിവിറ്റി 1 വരുന്നത് ഐഡന്റിഫൈ ദ റൈമിംഗ് വേർഡ്സ് ആൻഡ് ഗിവ് ദ സെയിം കളർ ടു ഈച്ച് പെയർ. അപ്പോൾ റൈമിംഗ് വേർഡ്സ് കണ്ടെത്തിയിട്ട് എല്ലാ പെയറിനും സെയിം കളറാണ് കൊടുക്കേണ്ടത്. ഓൾറെഡി നമുക്ക് വാക്കുകൾ അവിടെ തന്നിട്ടുണ്ട്. ഫ്രൗൺ ഗ്രീൻ കളറിലാണ്, ഹോൾ യെല്ലോ കളറിലാണ്, ഹാൻഡ് ബ്ലൂ കളറിലാണ്. അപ്പോൾ നമുക്ക് ഇതിന് മാച്ച് ആയിട്ടുള്ള റൈമിംഗ് വേർഡ് കണ്ടുപിടിക്കണം. റൈമിംഗ് വേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരേ സൗണ്ടിൽ അവസാനിക്കുന്ന വാക്കുകളെയാണ് നമ്മൾ റൈമിംഗ് വേർഡ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഫ്രൗൺ എന്ന വാക്കിന് സിമിലർ ആയിട്ട് ഉള്ള ശബ്ദത്തിൽ അവസാനിക്കുന്ന വാക്ക് ഏതാണ്? ഡൗൺ ആണ് അല്ലേ? ഡൗണിന് നിങ്ങൾ ഗ്രീൻ കളർ കൊടുക്കുക. ഫ്രൗൺ, ഡൗൺ. അടുത്തത് ഹോൾഡ്. അപ്പോൾ ഹോൾഡ് എന്ന വാക്ക് അവസാനിക്കുന്നത് പോലെ അവസാനിക്കുന്ന വാക്ക് ഏതാണ്? ഗോൾഡ് ആണ്. ഹോൾഡ്, ഗോൾഡ് ഒരുപോലെയല്ലേ അത് അവസാനിക്കുന്നത്. അപ്പോൾ അതാണ് അടുത്ത സെറ്റ് ഓഫ് റൈമിംഗ് വേർഡ്സ്. അതിന് യെല്ലോ കളറാണ് കൊടുക്കേണ്ടത്. അടുത്തത് ഹാൻഡ് ആണ്. അപ്പോൾ ഹാൻഡ് എന്നുള്ളത് പോലെ അവസാനിക്കുന്ന വാക്ക് അണ്ടർസ്റ്റാൻഡ്. ഹാൻഡ്, അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ അതാണ് അടുത്ത സെറ്റ് ഓഫ് റൈമിംഗ് വേർഡ്. അപ്പോൾ അണ്ടർസ്റ്റാൻഡിന് നമ്മൾ ഏത് കളറാണ്? ഹാൻഡിന്റെ സെയിം കളർ അല്ലേ? ബ്ലൂ കളറാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഏതൊക്കെയാണ് റൈമിംഗ് പെയേഴ്സ് ഇവിടെ വരുന്നത്? ഫ്രൗൺ, ഡൗൺ, ഹോൾഡ്, ഗോൾഡ്, ഹാൻഡ്, അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ ഒരേ സൗണ്ടിൽ അവസാനിക്കുന്ന വാക്കുകളെയാണ് നമ്മൾ റൈമിംഗ് വേർഡ്സ് എന്ന് പറയുന്നത്. ഈ 2 വേർഡ്സ് ആണെങ്കിൽ അത് റൈമിംഗ് പെയർ ആണ്. ഇനി നമുക്ക് ആക്ടിവിറ്റി 2 നോക്കാം. കംപ്ലീറ്റ് ദ പോം യൂസിങ് ദ ക്ലൂസ് ഗിവൻ ഇൻ ദ ബോക്സ്. അപ്പോൾ ഒരു പോം തന്നിട്ടുണ്ട് നമുക്ക്. ഇനി അതിൽ ബാക്കി വരികൾ കൂടി എഴുതണം. അതിനായിട്ട് ക്ലൂ നമുക്ക് ബോക്സിൽ തന്നിട്ടുണ്ട്. പോയത്തിന്റെ പേര് വരുന്നത് മൈ ഫ്രണ്ട് എന്നാണ്. മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് എ ബട്ടർഫ്ലൈ ഫ്ലട്ടറിങ് ഇൻ ദ ഗാർഡൻ. എൻ്റെ ഫ്രണ്ട് ഒരു പൂമ്പാറ്റയെ പോലെയാണ്. ഫ്ലട്ടറിങ് ഇൻ ദ ഗാർഡൻ, പൂന്തോട്ടത്തിൽ പറന്ന് കളിക്കുന്ന പൂമ്പാറ്റയെ പോലെയാണ് എൻ്റെ ഫ്രണ്ട്. അടുത്തത് എങ്ങനെയാണ്? മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് എ പീകോക്ക് ഡാൻസിങ് ഇൻ ദ വുഡ്സ്. കാട്ടില് മരങ്ങളുടെ ഇടയിൽ ഡാൻസ് ചെയ്യുന്ന ഒരു മയിലിനെ പോലെയാണ് എൻ്റെ ഫ്രണ്ട് എന്നാണ് അടുത്തതിൽ പറയുന്നത്. ഇനി നമുക്ക് അടുത്ത വരികൾ എഴുതണം. അതിന് അനുയോജ്യമായിട്ടുള്ള വാക്കുകളും ഡിസ്ക്രിപ്ഷനും നമ്മുടെ ഈ ബോക്സിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നോക്കൂ, ട്രീ, ബോർഡ്, ഫ്ലവർ, സ്റ്റാർ എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ട്രീ എന്ന് പറയുമ്പോൾ അതിനെപ്പറ്റി എങ്ങനെയാണ് ട്രീയെ വിശേഷിപ്പിക്കുക എന്നും കൂടി അവിടെ കൊടുത്തിട്ടുണ്ട്. ബ്ലൂമിങ് ഇൻ ദ ഗാർഡൻ, സ്വേയിങ് ഇൻ ദ വിൻഡ്, ഷൈനിങ് ഇൻ ദ സ്കൈ, ഫ്ലോട്ടിങ് ഓൺ ദ റിവർ എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തിനെ പോലെയാണ് എന്ന് പറയുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ആ ഡിസ്ക്രിപ്ഷനും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് എടുത്ത് എഴുതണം അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യത്തെ ലൈൻ പറയാം. മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് എ സ്റ്റാർ. എൻ്റെ ഫ്രണ്ട് ഒരു നക്ഷത്രത്തെ പോലെയാണ്. അപ്പോൾ നക്ഷത്രത്തെ പറ്റിയുള്ള വരി ഇതിലേതാണ്? ഷൈനിങ് ഇൻ ദ സ്കൈ, ആകാശത്തിൽ തിളങ്ങുന്ന നക്ഷത്രത്തെ പോലെയാണ് എൻ്റെ ഫ്രണ്ട് എന്നല്ലേ പറയാം. അപ്പം നമുക്ക് പറയാം മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് എ സ്റ്റാർ ഷൈനിങ് ഇൻ ദ സ്കൈ. അടുത്തത് ഏതാണ്? മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് എ ബോട്ട്. ബോട്ട് എന്നുള്ള വാക്കുമായിട്ട് ബന്ധപ്പെട്ട അടുത്ത വരി ഏതാ അതില്? ഫ്ലോട്ടിംഗ് ഓൺ ദ റിവർ.
നദിയിൽ ഒഴുകുന്ന ബോട്ടിനെ പോലെയാണ് എൻ്റെ ഫ്രണ്ട്. അടുത്തത് മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് എ ഫ്ലവർ ബ്ലൂമിങ് ഇൻ ദ ഗാർഡൻ. പൂന്തോട്ടത്തിൽ വിരിയുന്ന പൂവിനെ പോലെയാണ് എൻ്റെ ഫ്രണ്ട്. അപ്പൊ നമുക്ക് ഫ്ലവറിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള വരി വേണം അടുത്തത് എഴുതാനായിട്ട്. മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് എ ഫ്ലവർ ബ്ലൂമിങ് ഇൻ ദ ഗാർഡൻ. അടുത്തത് ട്രീ എഴുതുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് എ ട്രീ swaying in the wind. കാറ്റിൽ ആടുന്ന മരത്തെ പോലെയാണ് എൻ്റെ ഫ്രണ്ട്. ഇനി നമുക്ക് ആക്ടിവിറ്റി 3 നോക്കാം. ലെറ്റ്സ് ഡിസ്കസ്. വാട്ട് ഡസ് യുവർ മദർ ഡു അറ്റ് ഹോം? വാട്ട് ഡസ് യുവർ ഫാദർ ഡു അറ്റ് ഹോം? നിങ്ങളുടെ അമ്മ വീട്ടിൽ എന്തൊക്കെ ജോലികളാണ് ചെയ്യുക? അതുപോലെ നിങ്ങളുടെ അച്ഛൻ വീട്ടിൽ എന്തൊക്കെ ജോലികളാണ് ചെയ്യുക? ഡു യു ഹെൽപ്പ് യുവർ പാരൻസ്? ഹൗ? നിങ്ങൾ നിങ്ങളുടെ പാരൻസിനെ ഹെൽപ്പ് ചെയ്യാറുണ്ടോ? ഉണ്ടെങ്കിൽ എങ്ങനെയൊക്കെയാണ് ഹെൽപ്പ് ചെയ്യുന്നതെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മദർ എന്തൊക്കെയാണ് വീട്ടിൽ ചെയ്യുക, അതുപോലെ ഫാദർ എന്തൊക്കെയാണ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് പറയാം, മൈ മദർ കുക്സ് ഫുഡ്, ക്ലീൻസ് ദ ഹൗസ് ആൻഡ് സപ്പോർട്ട്സ് ദ ഫാമിലി. എൻ്റെ അമ്മ വീട്ടിൽ ഫുഡ് കുക്ക് ചെയ്യും, ഭക്ഷണം ഉണ്ടാക്കും, അതുപോലെ തന്നെ വീട് വൃത്തിയാക്കും, അതുപോലെ തന്നെ ഫാമിലിയെ സപ്പോർട്ടും ചെയ്യും. മൈ ഫാദർ ഹെൽപ്സ് ഇൻ കുക്കിംഗ്, റിപ്പയർസ് തിങ്സ് ആൻഡ് സപ്പോർട്ട്സ് ദ ഫാമിലി. എൻ്റെ അച്ഛനാണെങ്കിലോ കുക്കിങ്ങിൽ ഹെൽപ്പ് ചെയ്യും, അതുപോലെ തന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ റിപ്പയർ ചെയ്യും, എന്തെങ്കിലും കേടൊക്കെ വന്നാൽ അത് ശരിയാക്കും, അതുപോലെ തന്നെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യും. ഇനി നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ പാരൻസിനെ ഹെൽപ്പ് ചെയ്യാന്നാണ് ചോദിച്ചിരിക്കുന്നത്. യെസ്, ഐ ഹെൽപ്പ് മൈ പാരൻസ് ബൈ ക്ലീനിങ് മൈ റൂം, ഹെൽപ്പിംഗ് ഇൻ ദ കിച്ചൺ ആൻഡ് ഡൂയിങ് സ്മോൾ ഹൗസ് ഹോൾഡ് വർക്ക്. ഞാൻ എൻ്റെ ഫാമിലി അല്ലെങ്കിൽ എൻ്റെ പാരൻസിനെ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുക? ബൈ ക്ലീനിങ് മൈ റൂം, എൻ്റെ റൂം ഞാൻ തന്നെ വൃത്തിയാക്കും. ഹെൽപ്പിംഗ് ഇൻ ദ കിച്ചൺ, അതുപോലെ തന്നെ അടുക്കളയിലും ഞാൻ ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഡൂയിങ് സ്മോൾ ഹൗസ് ഹോൾഡ് വർക്ക്സ്, വീട്ടിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ, എന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യും. ഇങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ പാരൻസിനെ ഹെൽപ്പ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പാരൻസിന് എങ്ങനെയൊക്കെയാണ് ഹെൽപ്പ് ചെയ്യുക, അതുപോലെ തന്നെ എന്തൊക്കെ ജോലികളാണ് ചെയ്യാന്നൊക്കെ ഇതിൽ എഴുതാൻ പറ്റും. ഇനി നമുക്ക് ആക്ടിവിറ്റി 4 നോക്കാം. റൈറ്റ്സ് സാഷാസ് തോട്ട്സ്. സാഷയുടെ തോട്ട്സ് ആണ് നമുക്ക് എഴുതേണ്ടത്. സാഷ ഓഫേർഡ് ആൻ ഉണ്ണിയപ്പം ടു ദ ഗേൾ ബട്ട് ദ ഗേൾ റാൻ അവേ വിതൗട്ട് ആക്സെപ്റ്റിംഗ് ഇറ്റ്. അപ്പൊ സാഷ കുട്ടിക്ക് ഉണ്ണിയപ്പം കൊടുത്തു അല്ലേ, പക്ഷെ അത് വാങ്ങാതെ ആ ഗേൾ ഓടിപ്പോവാണ് ഉണ്ടായത്. വാട്ട് കുഡ് ബി സാഷാസ് ഫീലിംഗ്സ്? അപ്പൊ സാഷ എന്തൊക്കെയായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക എന്നാണ് നമ്മൾ ഈ തോട്ട്സിൽ എഴുതണ്ടേ. അപ്പൊ എന്തൊക്കെയായിരിക്കും സാഷ ചിന്തിച്ചിട്ടുണ്ടാവുക? വൈ ഡിഡ് ഷീ റൺ അവേ? എന്തുകൊണ്ടാണ് ആ കുട്ടി ഓടിപ്പോയത്? ഐ ഓൺലി വോണ്ടഡ് ടു ഹെൽപ്പ് ഹെർ. എനിക്ക് അവളെ സഹായിക്കണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മേ ബി ഷീ ഈസ് ഷൈ ഓർ സ്കെയർഡ്. ചിലപ്പോൾ അവള് നാണം കൊണ്ടായിരിക്കും പോയത്, അല്ലെങ്കിൽ ചിലപ്പോൾ പേടിയായിരിക്കും. സ്കെയർഡ് എന്ന് പറഞ്ഞാൽ പേടി. ഹെർ ക്ലോത്ത്സ് ആർ ടോൺ, ഷീ ലുക്സ് പുവർ. അവളുടെ ഡ്രസ്സൊക്കെ കീറിയിരിക്കുകയാണ്. ടോൺ എന്ന് പറഞ്ഞാൽ ഡ്രസ്സൊക്കെ കീറിയിരിക്കുകയാണ്. അവളെ കാണുമ്പോൾ തന്നെ പുവർ, ഭയങ്കര പാവമായിട്ടാണ് തോന്നുന്നത്. ഐ ഫീൽ സാഡ് ഫോർ ഹെർ. എനിക്ക് അവളെ പറ്റി ആലോചിക്കുമ്പോൾ വിഷമാണ് വരുന്നത്. ഐ വോണ്ട് ടു ഹെൽപ്പ് ഹെർ ആൻഡ് ബി ഹെർ ഫ്രണ്ട്. എനിക്ക് അവളെ സഹായിക്കണം, അതുപോലെ തന്നെ അവളുടെ ഒരു ഫ്രണ്ട് ആവണം. ഹൗ ക്യാൻ ഐ മീറ്റ് ഹെർ അഗെയിൻ? ഇനി എങ്ങനെയാണ് എനിക്ക് അവളെ വീണ്ടും കാണാനായിട്ട് പറ്റുക? ടുമോറോ ഐ വിൽ സെർച്ച് ഹെർ നിയർ അവർ സ്കൂൾ, ദാറ്റ്സ് ദ ഓൺലി വേ. നാളെ ഞാൻ നമ്മളുടെ സ്കൂളിൻ്റെ അടുത്തൊക്കെ അവളൊന്ന് തപ്പും. അങ്ങനെ മാത്രമേ, അത് മാത്രമേ ഒരു വഴിയുള്ളൂ. അങ്ങനെ മാത്രമേ എനിക്ക് അവളെ കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് ആ ദിവസത്തെ സാഷയുടെ തോട്ട്സ്. സാഷയ്ക്ക് എന്തൊക്കെയാണ് തോന്നിയത്, അവളുടെ ചിന്തകളാണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത്. നമുക്ക് ആക്ടിവിറ്റി 5 നോക്കാം. സാഷ ടോൾഡ് അനു ടീച്ചർ അബൌട്ട് കവിത. റൈറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ സാഷ ആൻഡ് ഹെർ ടീച്ചർ. അപ്പോൾ സാഷ കവിതയെ പറ്റിയിട്ട് അനു ടീച്ചറോട് പറയാണ്. അപ്പോൾ സാഷയും ടീച്ചറും തമ്മിലുള്ള കോൺവെർസേഷൻ ആണ് നമുക്കിവിടെ എഴുതണ്ടേ. ആദ്യത്തെ ഇവിടെ തന്നിട്ടുണ്ട്. എന്താണ്? ടീച്ചർ, ഓൺ അവർ വേ ഹോം വി സോ എ ഗേൾ. ഞങ്ങളെ വീട്ടിലേക്ക് പോകുന്ന വഴി ഒരു പെൺകുട്ടിയെ കണ്ടു. അപ്പൊ എന്തായിരിക്കും ടീച്ചർ ചോദിക്കുക? അത് ആരാണ് എന്നല്ലേ? ഹൂ ഇസ് ഷീ സാഷ? അപ്പൊ ടീച്ചർ ചോദിക്കുകയാണ്, അത് ആരാണ് സാഷ? ഷീ ലുക്സ് പുവർ ആൻഡ് ഹെർ ക്ലോത്ത്സ് ആർ ടോൺ. ഒരു പാവം പോലെ ഇരിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അവളുടെ ഡ്രസ്സാണെങ്കിൽ വളരെയധികം കീറിയിട്ടാണ് ഇരിക്കുന്നത്. വേർ ഡിഡ് യു സീ ഹർ? എവിടെയാണ് നിങ്ങൾ ആ കുട്ടിയെ കണ്ടത്? വി സോ ഹെർ നിയർ എ ട്രീ. ഷീ ഹാസ് എ സ്മോൾ ബ്രദർ. ഞങ്ങളൊരു മരത്തിനടുത്താണ് ആ കുട്ടിയെ കണ്ടത്. അവൾക്കൊരു കുഞ്ഞനിയൻ കൂടിയുണ്ട്. ഷീ ലേൺസ് വെരി ഫാസ്റ്റ്. ഷീ സാങ് യുവർ സോങ്. ആ കുട്ടി പെട്ടെന്ന് പഠിക്കുന്ന ഒരു കുട്ടിയാണ്. ടീച്ചറുടെ പാട്ട് ആ കുട്ടി പാടി. ഡോണ്ട് വറി, അവർ ഹെഡ് മാസ്റ്റർ ഈസ് ഔട്ട് ഓഫ് സ്റ്റേഷൻ ടുഡേ, ലെറ്റ് മീ കോൺടാക്ട് ഹിം. അപ്പോൾ ടീച്ചർ പറയാണ്, ഡോൺ വറി, വിഷമിക്കേണ്ട, നമ്മളുടെ ഹെഡ് മാസ്റ്റർ ഔട്ട് ഓഫ് സ്റ്റേഷനാണ്, ഇന്ന് ഇവിടെ ഇല്ല, ലെറ്റ് മീ കോൺടാക്ട് ഹിം. അപ്പോൾ ഞാൻ ഹെഡ് മാസ്റ്ററെ കോൺടാക്ട് ചെയ്തിട്ട് പറയാം എന്നാണ് ടീച്ചർ പറയുന്നത്. അപ്പോൾ അടുത്തത് വന്നിരിക്കുന്നത് ടീച്ചറും ഹെഡ് മാസ്റ്ററും തമ്മിലുള്ള കോൺവെർസേഷൻ എഴുതാനാണ്. ആക്ടിവിറ്റി 6 ആയിട്ട് വരുന്നത് മിസ് അനുപമ സ്റ്റാർട്ടഡ് മെസ്സേജിങ് ദ ഹെഡ് മാസ്റ്റർ. അപ്പോൾ ഹെഡ് മാസ്റ്റർ അവിടെ ഇല്ല. അപ്പോൾ മിസ് അനുപമ ഹെഡ് മാസ്റ്ററിനോട് മെസ്സേജ് ചെയ്യാണ്. സെലക്ട് ദ സ്യൂട്ടബിൾ ഡയലോഗ്സ് ആൻഡ് ഫിൽ അപ്പ് ദ ചാറ്റ് ബോക്സ്. അപ്പം ടീച്ചർ പറയുന്ന ഡയലോഗ്സ്, ടീച്ചറും ഹെഡ് മാസ്റ്ററും പറയുന്ന ഡയലോഗ്സ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. അത് സ്യൂട്ടബിൾ രീതിയിൽ അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് എഴുതണം. അപ്പോൾ ആ ഡയലോഗ്സ് ഏതൊക്കെയാണ്? ഹൂ വർ ദേ? They wanted to admit a girl to our school. Why did they come? Today 2 of our students came to me. Sasha and Naveen. Hi Anubama teacher. അപ്പോൾ ഇതൊക്കെയാണ്
നമുക്ക് തന്നിരിക്കുന്ന ഡയലോഗ്സ്. അപ്പോൾ ഇതിൽ ഹെഡ് മാസ്റ്റർ ചോദിക്കുന്ന കാര്യങ്ങളുണ്ട്, അതുപോലെ തന്നെ അനുപമ ടീച്ചറുടെ ആൻസേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇത് അറേഞ്ച് ചെയ്തിട്ട് എങ്ങനെയാണ് വരുന്നത് നോക്കാം. അപ്പോൾ ആദ്യം അനുപമ ടീച്ചറാണ് പറയുന്നത് ഹലോ സർ. റിപ്ലൈ ആയിട്ട് ഹായ് അനുപമ ടീച്ചർ, ടുഡേ 2 of our students came to meet me. ഇന്ന് നമ്മുടെ 2 വിദ്യാർത്ഥികൾ എന്നെ കാണാനായിട്ട് വന്നു. Who were they? ആരാണ് അവര്? സാഷ ആൻഡ് നവീൻ. സാഷയും നവീനുമാണ്. Why did they come? അടുത്തത് എന്താണ് അവർ വന്നത് എന്നാണ്. എന്തുകൊണ്ടാണ് അവർ വന്നേ? They wanted to admit a girl to our school. അവർക്ക് ഒരു കുട്ടിയെ നമ്മുടെ സ്കൂളിൽ ചേർക്കണം. Oh, no issues, we shall do it. താങ്ക് യു സോ മച്ച്. അപ്പൊ ഹെഡ് മാസ്റ്റർ പറയാണ് പ്രശ്നമൊന്നുമില്ല, നമുക്ക് അത് ചെയ്യാം. താങ്ക് യു സോ മച്ച്. അപ്പോൾ താങ്ക് യു ആണ് അനുപമ ടീച്ചർ പറയുന്നത്. ഇനി ആക്ടിവിറ്റി 7 നോക്കാം. പുട്ട് എ ടിക്ക് മാർക്ക് അഗെയിൻസ്റ്റ് ദ പിക്ചേഴ്സ് ദറ്റ് റിഫ്ലക്ട് ആക്ട് ഓഫ് കൈൻഡ്നസ് ആൻഡ് കോമെന്റ് ഓൺ ദം. അപ്പം ദയ അല്ലെങ്കിൽ മറ്റുള്ളവരോട് കരുണ കാണിക്കുന്ന ചിത്രങ്ങൾ ഏതാണെന്ന് നോക്കിയിട്ട് അതിന് നേരെയാണ് നമ്മൾ ടിക്ക് മാർക്ക് ചെയ്യേണ്ടത്. അപ്പൊ ആദ്യത്തെ ചിത്രത്തിൽ ഒരു കുട്ടി ഒരു ഓൾഡ് മാനെ റോഡ് ക്രോസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യാണ്. കണ്ണ് കാണാത്ത ഒരാളെ റോഡ് ക്രോസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യാണ്. അപ്പോൾ അതൊരു കൈൻഡ്നസ് കാണിക്കുന്ന ആക്ടാണ്. അപ്പൊ അതിന് നേരെ ടിക്ക് ഇടാം. രണ്ടാമത്തത് ഒരു കുട്ടി സൈക്കിൾ ചവിട്ടുന്നതാണ്. മൂന്നാമത്തെ ചിത്രം കുട്ടികൾ തമ്മിലുള്ള വഴക്കാണ് അല്ലെ, അപ്പൊ അതൊരു ആക്ട് ഓഫ് കൈൻഡ്നസ് അല്ല. അതുപോലെ അടുത്തത് ഒരു കുട്ടി TV കാണുന്നതാണ്, അതും ഒരു ആക്ട് ഓഫ് കൈൻഡ്നസ് അല്ല. അടുത്ത ചിത്രം ഒരു കുട്ടി ഒരു ബെഗറിന് ഒരു ഭിക്ഷക്കാരന് സഹായിക്കുന്നതാണ്, അതൊരു ആക്ട് ഓഫ് കൈൻഡ്നസ് ആണ്. അപ്പൊ അതിന് നേരെ ടിക്ക് ചെയ്യാം. അതുപോലെ തന്നെ അവസാനത്തെ ചിത്രത്തിൽ ഒരു കുട്ടി ഒരു പപ്പിയെ എടുക്കുകയാണ്, ഒരു ഉപേക്ഷിച്ച നിലയിലുള്ള ഒരു പപ്പിയെ എടുക്കുകയാണ്. അപ്പൊ അത് ഒരു ആക്ട് ഓഫ് കൈൻഡ്നസ് ആണ്. അപ്പൊ ഇതിൽ വരുന്നാമത്തെ ചിത്രവും അതുപോലെ തന്നെ 5, 6 ബെഗറിന് ഹെൽപ്പ് ചെയ്യുന്നതും അതുപോലെ തന്നെ പപ്പിയെ ഹെൽപ്പ് ചെയ്യുന്നതും ആ 2 ചിത്രങ്ങളുമാണ് ആക്ട് ഓഫ് കൈൻഡ്നസ് ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് ആക്ടിവിറ്റി 8 നോക്കാം. സം ഈവൻറ്റ്സ് ഓഫ് ദ സ്റ്റോറി ആർ ഗിവൺ ബിലോ, റൈറ്റ് ദം ഇൻ ഓർഡർ. അപ്പൊ കഥയിലെ കുറച്ച് സംഭവങ്ങൾ നമുക്കിവിടെ തന്നിട്ടുണ്ട്, അത് നമ്മൾ ഓർഡർ ആയിട്ട് എഴുതണം. ഏതൊക്കെ സംഭവങ്ങളാണ് തന്നിട്ടുള്ളത്? The headmaster congratulated Sasha and Naveen. Sasha and Naveen visited Kabita. Kabita was cradling her younger brother. Naveen noticed a girl next to the window. Sasha gave a picture story book to Kabita. അപ്പോൾ ഇതിൽ ആദ്യം വരുന്നത് നവീൻ ആ കുട്ടിയെ കാണുന്നതാണ്. നവീൻ നോട്ടീസ്ഡ് എ ഗേൾ നെക്സ്റ്റ് ടു ദ വിൻഡോ. അത് കഴിഞ്ഞിട്ട് സാഷയും നവീനും ആ കുട്ടിയെ വിസിറ്റ് ചെയ്യാണ് അല്ലെ, അവർ കാണുകയാണ്. സാഷ ആൻഡ് നവീൻ വിസിറ്റഡ് കബിത. പിന്നെ അവർ മനസ്സിലാക്കുകയാണ് കബിതയ്ക്ക് ഒരു യങ്ങർ ബ്രദർ ഉണ്ട് എന്ന്. കബിത വാസ് ക്രാഡ്ലിംഗ് ഹർ യങ്ങർ ബ്രദർ. കബിത അപ്പൊ എന്താണ് ചെയ്തിരുന്നത്? അനിയനെ തൊട്ടിൽ ആട്ടുകയായിരുന്നു. അപ്പോഴാണ് സാഷ കബിതയ്ക്ക് ഒരു ബുക്ക് കൊടുക്കുന്നത്, പിക്ചർ സ്റ്റോറി ബുക്ക്. അപ്പൊ അതാണ് അടുത്തത് വരുന്നത്. സാഷ ഗീവ് എ പിക്ചർ സ്റ്റോറി ബുക്ക് ടു കബിത. അടുത്തത് ഹെഡ് മാസ്റ്റർ സാഷയെയും നവീനെയും കൺഗ്രാജുലേറ്റ് ചെയ്യുന്നതാണ്. ദ ഹെഡ് മാസ്റ്റർ കൺഗ്രാജുലേറ്റഡ് സാഷ ആൻഡ് നവീൻ. അപ്പൊ ഈ ഓർഡറിലാണ് ഈ സംഭവങ്ങൾ വരുന്നത്. ഇനി നമുക്ക് ആക്ടിവിറ്റി 9 നോക്കാം. ലുക്ക് അറ്റ് ദ പിക്ചർ ആൻഡ് ഡിസ്ക്രൈബ് ദ സീൻ. അപ്പൊ നമുക്കിവിടെ ഒരു ചിത്രം തന്നിട്ട് ആ ചിത്രത്തിനെയാണ് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതേണ്ടത്. നമുക്ക് നോക്കാം അതിൽ എന്തൊക്കെയുണ്ട്. ഒരു പെൺകുട്ടിയും ആ കുട്ടിയുടെ അമ്മയും ഉണ്ട്. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ഒരു മരത്തിൽ ഒരു കുട്ടി തൊട്ടിലും ഉണ്ട്. അതുപോലെ തന്നെ അമ്മ കുക്ക് ചെയ്യാണ്. അവരുടെ അടുത്തൊരു ഡോഗ് ഉണ്ട്. പിന്നെ ഒരു ചെറിയൊരു ഹട്ട്, അവരുടെ ഒരു ചെറിയ വീടും അവിടെ ഉണ്ട്. നമുക്കിതൊക്കെ എങ്ങനെ എഴുതാം? ദിസ് ഈസ് എ വില്ലേജ് സീൻ. ഒരു ഗ്രാമത്തിലുള്ള ഒരു അന്തരീക്ഷമാണിത്. എ വുമൺ ഈസ് കുക്കിംഗ് ഫുഡ് ഓൺ ഫയർ. ഒരു സ്ത്രീ അടുപ്പിൽ ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്. എ ഗേൾ ഈസ് സ്റ്റാൻഡിങ് നിയർ ഹർ. ഒരു പെൺകുട്ടി ആ സ്ത്രീയുടെ അടുത്ത് നിൽക്കുന്നുണ്ട്. There is a big tree with a cradle hanging from it. ഇവിടെ ഒരു വലിയ മരമുണ്ട്, അതിൽ നിന്ന് ഒരു തൊട്ടിലും നമുക്ക് കാണാനായിട്ട് പറ്റും. 2 birds are flying in the sky. ആകാശത്ത് 2 പക്ഷികൾ പറക്കുന്നുണ്ട്. A dog is standing near the girl. ആ പെൺകുട്ടിയുടെ അടുത്ത് ഒരു ഡോഗ് നിൽക്കുന്നുണ്ട്. There is a small tent in the background. അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് ഒരു ചെറിയ ടെന്റ് നമുക്ക് കാണാനായിട്ട് പറ്റും. The place looks calm and peaceful. ആ സ്ഥലം വളരെ ഒരു സമാധാനമുള്ള ഒരു സ്ഥലമായിട്ടാണ് തോന്നുന്നത്. അപ്പൊ നമ്മൾ ഈ ചിത്രത്തിലെ എല്ലാ കാര്യങ്ങളും ഈ ഡിസ്ക്രിപ്ഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആക്ടിവിറ്റി 10 നോക്കാം. ഇവിടെ നമുക്ക് കുറച്ച് ഇമോജീസ് ആണ് തന്നിട്ടുള്ളത്. റീഡ് ദ സെന്റൻസസ് ഗിവൻ ആൻഡ് മാച്ച് ദം വിത്ത് ഇമോജീസ്. അപ്പൊ താഴെ തന്നിരിക്കുന്ന സെന്റൻസ് വായിച്ചിട്ട് അതുമായിട്ട് ഏത് ഇമോജിയാണ് മാച്ച് ആയിട്ട് വരിക എന്നുള്ള ഇമോജിയാണ് നമ്മൾ അവിടെ എഴുതണ്ടേ. അപ്പൊ ആദ്യത്തത് കബിത വാസ് സർപ്രൈസ്ഡ് ടു റിസീവ് ദ സ്റ്റോറി ബുക്ക് ഫ്രം സാഷ. അപ്പോൾ കവിതയ്ക്ക് സർപ്രൈസ് ആവാണ് ആ സ്റ്റോറി ബുക്ക് കിട്ടിയപ്പോൾ. അപ്പൊ അവിടെ വരുന്നത് ഈ ആണ്, മൂന്നാമത്തെ ഇമോജിയാണ് അവിടെ വരുന്നത്. അടുത്തത് സാഷ ആൻഡ് നവീൻ ബിക്കെയിം ഹാപ്പി വെൻ ദ ഹെഡ് മാസ്റ്റർ കൺഗ്രാജുലേറ്റഡ് ദം. ഹെഡ് മാസ്റ്റർ കൺഗ്രാജുലേറ്റ് ചെയ്തപ്പോൾ സാഷയും നവീനും വളരെ ഹാപ്പി ആയി. അപ്പൊ അവിടെ വരുന്നത് ആദ്യത്തെ അവരുടെ ഹാപ്പിനെസ് കാണിക്കുന്ന ഇമോജിയാണ്. അത് എ ആണ് രണ്ടാമത്തെ സെന്റൻസിൽ വരുന്നത്. അടുത്തത് സാഷ സോ ദ ഗേൾ ഇൻ എ ടോൺ ഡ്രസ് ഷി ബിക്കെയിം സാഡ്. അപ്പോൾ കീറിയ ഡ്രസ്സിൽ ആ പെൺകുട്ടിയെ കണ്ടപ്പോൾ സാഷയ്ക്ക് സങ്കടമായി. അപ്പൊ അത് വരുന്നത്
ബി രണ്ടാമത്തെ ഇമോജിയാണ് അവിടെ വരുന്നത്. അടുത്തത് ആക്ടിവിറ്റി 11 ആയിട്ട് വരുന്നത് ഒരു പസിലാണ്. അപ്പൊ താഴെ ക്ലൂസ് തന്നിട്ടുണ്ട്, അതനുസരിച്ച് നമുക്ക് അത് ഫിൽ ചെയ്യണം. അപ്പൊ അതിൽ ഡൗൺ താഴേക്ക് ഒന്നാമത്തത് വരുന്നത് വി ഗോ ടു ഡാഷ് ടു സ്റ്റഡി. നമ്മൾ പഠിക്കാനായിട്ട് എവിടേക്കാണ് പോകുന്നത്? സ്കൂളിലേക്കാണ് അല്ലെ. അപ്പൊ ഡൗൺ 1 വരുന്നത് സ്കൂളാണ്. രണ്ടാമത്തത് എ ഡ്രസ് ഫോർ ഗേൾസ്. നമ്മുടെ ഈ കഥയിൽ തന്നെ നമ്മൾ കണ്ടു കവിത ഒരു പാവാടയാണ് ധരിച്ചിരുന്നത്. അപ്പൊ പെൺകുട്ടികൾക്കുള്ള ഒരു ഡ്രസ്സ് എന്നുള്ളതിൽ സ്കേർട്ടാണ് വരുന്നത്. രണ്ടാമത്തെ ഡൗൺ ടു സ്കേർട്ടാണ്. അടുത്തത് എ പേഴ്സൺ ഹു അണ്ടർസ്റ്റാൻഡ് യു വെൽ. നമ്മളെ നന്നായിട്ട് മനസ്സിലാക്കുന്ന ഒരു ആളെ എന്താ പറയാ? നമ്മളെ ഫ്രണ്ട് ആണ് അല്ലെ. അപ്പം 3 ഡൗൺ വരുന്നത് ഫ്രണ്ട് ആണ്. അടുത്തത് ടച്ച്ഡ് ജെന്റ്ലി, പതുക്കെ തൊടുക എന്നുള്ള അർത്ഥം വരുന്ന വാക്ക് പാറ്റഡ് ആണ്. അവിടെ സാക്ഷിയുടെ അമ്മ അവളെ തലോടി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പാറ്റഡ് ആണ് വരുന്നത്. അപ്പോൾ ഡൗൺ 5 വരുന്നത് പാറ്റഡ് എന്നുള്ള വേർഡാണ്. അടുത്തത് അക്രോസ് 4 വരുന്നത് എന്താണ് ചോദ്യം? ഈഗർ ടു ലേൺ ഓർ നോ സംതിങ്. എന്തെങ്കിലും കാര്യം അറിയാനോ പഠിക്കാനോ ആയിട്ടുള്ള ഒരു ആകാംക്ഷ. നമ്മൾ എന്താ പറയുക? നമ്മൾ ഈ കഥയിൽ പഠിച്ചു ക്യൂരിയസ് എന്നാണ്. അപ്പോൾ അക്രോസ് 4 വരുന്നത് ക്യൂരിയസ് ആണ്. അടുത്തത് 6ാമത്തെ വരുന്നത് എന്താണ്? സ്വിങ്ങിങ് ബേബി ബെഡ്. അപ്പൊ കുട്ടികൾക്കായിട്ട് ആട്ടാൻ യൂസ് ചെയ്യുന്ന ആ ബെഡിന് എന്താ നമ്മൾ പറയാ? ക്രാഡിൽ എന്നാണ് അല്ലെ, തൊട്ടിലിനാ പറയാ. അപ്പൊ അക്രോസ് 6 വരുന്നത് ക്രാഡിലാണ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഈ പസില് വരുന്നത്. ആക്ടിവിറ്റി 12 വരുന്നത് ലുക്ക് അറ്റ് ദ പിക്ചർ ആൻഡ് മേക്ക് എ ലിസ്റ്റ് ഓഫ് തിങ്സ് ഇൻ ദ കിച്ചൺ, റൈറ്റ് ദം ബിലോ, വിസിറ്റ് യുവർ കിച്ചൺ ആൻഡ് ആഡ് മോർ ഐറ്റംസ് ടു ദ ലിസ്റ്റ്. അപ്പൊ ഈ ചിത്രത്തിൽ കിച്ചൺ ഓർക്കസ്ട്രയുടെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. കുറെ കുട്ടികൾ കിച്ചണിലെ പാത്രങ്ങളും കുറെ ഉപകരണങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ഓർക്കസ്ട്ര പോലെ പാട്ടൊക്കെ പാടുകയാണ്. അപ്പൊ അതിൽ നിന്ന് കിച്ചണിൽ നമ്മൾ യൂസ് ചെയ്യുന്ന തിങ്സ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ നിങ്ങളുടെ കിച്ചൺ വിസിറ്റ് ചെയ്തിട്ട് ഇതിലില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് എഴുതുന്നത്. അപ്പൊ നമുക്ക് നോക്കാം ഇതിൽ എന്തൊക്കെ തിങ്സ് ആണ് ഉള്ളതെന്ന്. വിസ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇളക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. നൈഫ് എന്ന് പറഞ്ഞാൽ കത്തി. കട്ടിംഗ് ബോർഡ്, നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന കട്ടിംഗ് ബോർഡ്. പീലർ, തൊലി കളയാനായിട്ട് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ് പീലർ. കെറ്റൽ, ജഗ്, ബ്ലെൻഡറും ഇളക്കാനായിട്ട് യൂസ് ചെയ്യുന്നതാണ്. റോളിംഗ് പിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്താനായിട്ട് യൂസ് ചെയ്യുന്ന റോൾ ചെയ്യുന്ന സാധനമാണ് റോളിംഗ് പിൻ. പിന്നെ കുക്കർ, സ്പൂൺ, ഫോർക്ക്, സ്റ്റവ്, ബൗൾ, പാൻ ആൻഡ് ഗ്രേറ്റർ. അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ അടുക്കളയിൽ യൂസ് ചെയ്യുന്ന തിങ്സ് ആയിട്ട് വരുന്നത്. ഇനി നിങ്ങളുടെ കിച്ചണിലുള്ള കാര്യങ്ങൾ കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു ലിസ്റ്റ് തയ്യാറാക്കാം. ഇനി നമുക്ക് ആക്ടിവിറ്റി 13 നോക്കാം. ആക്ടിവിറ്റി 13 വരുന്നത് ക്ലാസിഫൈ ദ ഗിവൻ ഐറ്റംസ് ഇൻ ടു കിച്ചൺ യൂട്ടൻസിൽസ്, ഫുഡ് ഐറ്റംസ് ആൻഡ് ഫുഡ് ഇൻഗ്രീഡിയൻസ്, കളക്ട് പിക്ചേഴ്സ് ഓഫ് ദീസ് ആൻഡ് മേക്ക് എൻ ആൽബം. അപ്പൊ നമുക്കിവിടെ കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അതിന് നമുക്ക് 3 ആയിട്ട് തരംതിരിക്കണം. എന്തൊക്കെയാണ്? ഫസ്റ്റ് കിച്ചൺ യൂട്ടൻസിൽസ് ആണ്, അതായത് അടുക്കളയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പാത്രങ്ങൾ, അങ്ങനത്തെ ഉപകരണങ്ങളാണ് കിച്ചൺ യൂട്ടൻസിൽസിൽ വരുന്നത്. അടുത്ത ഫുഡ് ഐറ്റംസ് ആണ്, ഭക്ഷണം ആയിട്ട് നമ്മൾ കഴിക്കുന്ന കാര്യങ്ങളാണ്. അടുത്തത് ഫുഡ് ഇൻഗ്രീഡിയൻസ് ആണ്. ഫുഡ് ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് നമ്മൾ ചേർക്കുന്ന ചേരുവകൾ, ചില്ലി പൗഡർ, സോൾട്ട്, അങ്ങനത്തെ കാര്യങ്ങളാണ് ഇൻഗ്രീഡിയൻസിൽ വരുന്നത്. നമുക്ക് ഇതിനെ തരംതിരിക്കാം. ഇതിലെ കിച്ചൺ യൂട്ടൻസിൽസിൽ വരുന്നത് പ്രഷർ കുക്കർ, ബൗൾ, നൈഫ്, ഫോർക്ക്, കെറ്റിൽ, ഫ്രൈയിങ് പാൻ, സീവ് എന്ന് പറഞ്ഞാൽ അരിപ്പ എന്നാണ് അർത്ഥം. വോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന ചട്ടീനെയാണ് വോക്ക് എന്ന് പറയുന്നത്. റോളിംഗ് പിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചപ്പാത്തി പരത്താനായിട്ട് യൂസ് ചെയ്യുന്ന കുഴലാണ്. അതുപോലെ തന്നെ സ്പാറ്റുല എന്ന് പറഞ്ഞാൽ ചട്ടുകം. ലാഡിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇളക്കാനായിട്ട് യൂസ് ചെയ്യുന്ന തവിയെയാണ് ലാഡിൽ എന്ന് പറയുന്നത്. സ്ട്രെയിനറും ഒരുതരം അരിപ്പയാണ്. അതുപോലെ തന്നെ റൈസ് പോട്ട്, ക്ലേ പാൻ, എർത്തൻ വെയർ എന്ന് പറഞ്ഞാൽ മൺപാത്രങ്ങളാണ്. കിച്ചൺ സ്റ്റവ്, അടുക്കളയിൽ യൂസ് ചെയ്യുന്ന സ്റ്റവ്. ഓവൻ, ഹെർത്ത് എന്ന് പറഞ്ഞാൽ അടുപ്പ്. ഗ്രൈൻഡിങ് സ്റ്റോൺ, നമ്മൾ അരയ്ക്കാനായിട്ട് യൂസ് ചെയ്യുന്ന കല്ല് അല്ലെങ്കിൽ അമ്മിയെയാണ് ഗ്രൈൻഡിങ് സ്റ്റോൺ എന്ന് പറയുന്നത്. സ്കൂപ്പ്, മോട്ടർ ആൻഡ് പെസിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടിക്കാനായിട്ട് എന്തെങ്കിലും ചതയ്ക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഇടിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന കല്ലും അതുപോലെ തന്നെ ഒരു കല്ലിൽ ഉരലിട്ടിട്ട് ഇരിക്കുന്നതിനെയാണ് മോട്ടർ ആൻഡ് പെസിൽ എന്ന് പറയുന്നത്. ഇനി ഫുഡ് ഐറ്റംസിൽ വരികയാണെങ്കിൽ ഏതൊക്കെയാണ് വരുന്നത്? ബോയിൽഡ് റൈസ്, നമ്മൾ കുക്ക് ചെയ്തിട്ടുള്ള അരി. ഫ്രൈഡ് ഡംപ്ലിങ്സ്, എന്തെങ്കിലും വറുത്ത പലഹാരത്തിനെയാണ്, എണ്ണയിൽ വറുത്തതിനെയാണ് ഫ്രൈഡ് ഡംപ്ലിങ്സ് എന്ന് പറയുന്നത്. സ്റ്റീംഡ് ഡംപ്ലിങ്സ് എന്ന് പറഞ്ഞാൽ ആവിയിൽ വേവിച്ചിട്ടുള്ള കാര്യങ്ങളെയാണ് പറയുന്നത്. ബനാന ഫ്രിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ പഴംപൊരി. സ്റ്റീംഡ് റൈസ് കേക്ക് എന്ന് പറഞ്ഞാൽ പുട്ടാണ്. ഗീ റൈസ്, നെയ്ച്ചോറ്. റൈസ് സൂപ്പ് എന്ന് പറഞ്ഞാൽ കഞ്ഞിയാണ് നമ്മൾ പറയുന്നത്. സാഡൻ ഫ്രൈ, നമ്മുടെ മത്തി അല്ലെങ്കിൽ ചാള എന്ന് പറയുന്ന മീൻ വറുത്തതിനെയാണ് സാഡൻ ഫ്രൈ എന്ന് പറയുന്നത്. ലെൻഡൻ ഫ്രിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ പരിപ്പുവടയാണ്. സ്ട്രിംഗ് ഹോപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നൂലപ്പം അല്ലെങ്കിൽ ഇടിയപ്പത്തിനെയാണ് സ്ട്രിംഗ് ഹോപ്പേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കുക്ക്ഡ് റൈസ്. ഇതൊക്കെയാണ് ഫുഡ് ഐറ്റംസ് വരുന്നത്. അടുത്ത ഫുഡ് ഇൻഗ്രീഡിയൻസ് എന്നുള്ളൊരു ഭാഗമാണ്. ഫുഡ് ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്ന എന്തെങ്കിലും ഫുഡ് ഐറ്റം ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ചേരുവകളെയാണ് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഏതൊക്കെയാണ് വരുന്നത്? എഗ്, ബനാന, ചില്ലി പൗഡർ, മിന്റ് ലീവ്സ്, സോൾട്ട്, ഷുഗർ, ടീ ലീവ്സ്,
കൊറിയാൻഡർ പൗഡർ, സാമ്പാർ പൗഡർ, ടൊമാറ്റോ ആൻഡ് ജിഞ്ചർ. ഇതൊക്കെയാണ് ഫുഡ് ഇൻഗ്രീഡിയൻസിൽ വരുന്നത്. ചില്ലി പൗഡർ എന്നാണ് മുളക് പൊടി, മിന്റ് ലീവ്സ് എന്ന് പറഞ്ഞാൽ പുതിനയില, സോൾട്ട് ഉപ്പ്, ഷുഗർ പഞ്ചസാര, ടീ ലീവ്സ് എന്ന് പറഞ്ഞാൽ തേയിലയാണ്, കൊറിയാൻഡർ പൗഡർ മല്ലിപ്പൊടി, സാമ്പാർ പൗഡർ എന്നാണ് സാമ്പാർ ഉണ്ടാക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പൗഡറാണ്, ടൊമാറ്റോ തക്കാളി, ജിഞ്ചർ എന്ന് പറഞ്ഞാൽ ഇഞ്ചിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ ഫുഡ് ഇൻഗ്രീഡിയൻസ് ആയിട്ട് വരുന്നത്. അടുത്തത് നമുക്ക് ആക്ടിവിറ്റി 14 നോക്കാം. അമ്മ, ഷാൽ ഐ ടേക്ക് സം ഉണ്ണിയപ്പം ടു സ്കൂൾ? സാഷ ആസ്ക്ഡ്. അപ്പോൾ സാഷ അമ്മയോട് ചോദിക്കുകയാണ്, അമ്മ ഞാൻ കുറച്ച് ഉണ്ണിയപ്പം സ്കൂളിലേക്ക് കൊണ്ടുപോയിക്കോട്ടെ എന്ന്. നമ്മളിത് കഥയിൽ കണ്ടതാണ് അല്ലേ. വാട്ട് വുഡ് യു ലൈക്ക് ടു ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്? നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ട് എന്ത് കാര്യം ഷെയർ ചെയ്യാനാണ് ഇഷ്ടം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് പറയാം, ഐ വുഡ് ലൈക്ക് ടു ഷെയർ ചോക്ലേറ്റ്സ് വിത്ത് മൈ ഫ്രണ്ട്സ്. എൻ്റെ ഫ്രണ്ട്സുമായിട്ട് എനിക്ക് ചോക്ലേറ്റ്സ് ഷെയർ ചെയ്യാനായിട്ട് ഇഷ്ടമാണ്. ഐ വിൽ ഗിവ് ദാം ടു എവ്രി വൺ ഇൻ മൈ ക്ലാസ്. എൻ്റെ ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും ഞാൻ ചോക്ലേറ്റ് ഷെയർ ചെയ്യാറുണ്ട്. വി വിൽ ഈറ്റ് ദം ടുഗെദർ ആൻഡ് ഫീൽ ഹാപ്പി. ഞങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് ഇത് ഒരുമിച്ച് കഴിക്കാറുണ്ട് എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് റീഡ് ആൻഡ് റിജോയ്സ് എന്നുള്ളൊരു ഭാഗമാണ്. അവിടെ നമുക്കൊരു പിക്ചർ സ്റ്റോറിയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വായിക്കാം. ദ ബോയ് ആൻഡ് ദ ബേർഡ് എന്നാണ് അതിൻ്റെ പേര്. ദിസ് ഈസ് റിങ്കു. ഓൾ ഹിസ് ഫ്രണ്ട്സ് ഹാവ് ഗോൺ ഹോം ഫ്രം സ്കൂൾ. ഹി ഈസ് വെയിറ്റിംഗ് ഫോർ ഹിസ് ഫാദർ. അപ്പോൾ ആ ബോയുടെ പേര് റിങ്കു എന്നാണ്. അവൻ്റെ എല്ലാ ഫ്രണ്ട്സും സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് പോയി. ഹി ഈസ് വെയിറ്റിംഗ് ഫോർ ഹിസ് ഫാദർ. പക്ഷെ റിങ്കു അവൻ്റെ അച്ഛൻ വരാനായിട്ട് വെയിറ്റ് ചെയ്ത് സ്കൂളിൽ ഇരിക്കുകയാണ്. കിയോ കിയോ, റിങ്കു ഹേർഡ് എ സൗണ്ട്. അപ്പോൾ കിയോ കിയോ എന്നുള്ളൊരു ശബ്ദം റിങ്കു കേട്ടു. ഇറ്റ് വാസ് ദ ക്രൈ ഓഫ് എ ലിറ്റിൽ ബേർഡ്. ഒരു ചെറിയ പക്ഷിയുടെ കരച്ചിലാണ് ഈ കിയോ കിയോ എന്ന് റിങ്കു കേട്ടത്. ഇറ്റ് കെയിം ഫ്രം എ പൈൽ ഓഫ് ഡ്രൈ ലീവ്സ്. ഉണങ്ങിയ ഇലകളുടെ ഒരു കൂമ്പാരത്തിൽ നിന്നാണ് ഈ ചെറിയ പക്ഷിയുടെ സൗണ്ട് കേൾക്കുന്നത്. റിങ്കു സാറ്റ് ഓൺ ഹിസ് നീസ്. അപ്പോൾ റിങ്കു മുട്ടിലിരുന്നു. നീസ് എന്ന് പറഞ്ഞാൽ മുട്ടാണ്. അപ്പോൾ റിങ്കു മുട്ടിലിരുന്നു. ഹി ഗ്രോപ്ഡ് ത്രൂ ദ ലീവ്സ്. ഹിസ് ഹാൻഡ്സ് സ്റ്റംബിൾഡ് ഓൺ എ പുവർ ലിറ്റിൽ ബേർഡ്. അപ്പോൾ അവൻ ആ ഇലയിലൂടെ പിടിക്കാനായിട്ട് നോക്കി. അപ്പോൾ അവന്റെ കൈ ആ പാവം ബേർഡിൽ തട്ടി. മിയാവ് മിയാവ്. റിങ്കു ഫെൽറ്റ് ദ പ്രസൻസ് ഓഫ് എ ക്യാറ്റ്. പെട്ടെന്ന് അവിടെ മിയാവ് മിയാവ് എന്നുള്ള ശബ്ദം കേട്ടു. അപ്പോൾ റിങ്കുവിന് മനസ്സിലായി അവിടെ ഒരു പൂച്ച വന്നിട്ടുണ്ടെന്ന്. വിൽ ഇറ്റ് ക്യാച്ച് ദ ചിക്ക്? അവൻ പേടിക്കുകയാണ്, ഈ പൂച്ച ഈ പക്ഷിയെ പിടിക്കൂ. ഹി വറീഡ്. ഹി ത്രൂ എ സ്റ്റോൺ അറ്റ് ദ ക്യാറ്റ്. അവൻ പേടിച്ചിട്ട് ആ പൂച്ചയുടെ അടുത്തേക്ക് ഒരു കല്ലെടുത്ത് എറിയാണ്. റിങ്കു ജെന്റ്ലി പിക്ഡ് ദ ബേബി ബേർഡ്. വേർ ഈസ് ഇറ്റ്സ് നെസ്റ്റ്? അപ്പൊ റിങ്കു മെല്ലെ ആ ചെറിയ പക്ഷിയെ എടുത്തിട്ട് നോക്കുകയാണ്, ഇതിന്റെ കൂടെ എവിടെയാണ്? വേർ ഈസ് ദ മദർ ബേർഡ്? ആ പക്ഷിയോട് ചോദിക്കുകയാണ്, നിന്റെ അമ്മ എവിടെയാണ്? ഹി ലിസൺ കെയർഫുള്ളി. ഫൈനലി ഹി ലൊക്കേറ്റഡ് ദ ട്രീ. അവൻ ശ്രദ്ധയോടെ കേട്ടു. എന്നിട്ട് അവൻ ആ ട്രീ കണ്ടുപിടിക്കുകയാണ്. റിങ്കു പുട്ട് ദ ബേർഡ് ഇൻ ഹിസ് പോക്കറ്റ്. അവൻ അവന്റെ പോക്കറ്റിൽ ഈ പക്ഷിയെ വെച്ചു. ഹി ക്ലൈംഡ് ഓൺ ദ ടോപ്പ് ഓഫ് ദ ട്രീ. അവൻ മരത്തിന് മുകളിലേക്ക് കയറി. ഹി ഫെൽറ്റ് ദ ബ്രാഞ്ചസ് ആൻഡ് ലീവ്സ് വിത്ത് ഹിസ് ഹാൻഡ്സ് ടു ഫൈൻഡ് ദ നെസ്റ്റ്. അവന്റെ കൈ കൊണ്ട് ആ മരത്തിന്റെ ബ്രാഞ്ചസും ഇലകളൊക്കെ തൊട്ട് നോക്കുകയാണ്, കിളിക്കൂടെ എവിടെയാണെന്ന് നോക്കാനായിട്ട്. അറ്റ് ലാസ്റ്റ് ഹി ഫൗണ്ട് ദ നെസ്റ്റ്. അവസാനം അവൻ ആ കൂട് കണ്ടുപിടിച്ചു. റിങ്കു ടുക്ക് ദ ബേർഡ് ഔട്ട് ഓഫ് ഹിസ് പോക്കറ്റ്. അപ്പൊ അവന്റെ പോക്കറ്റിൽ നിന്ന് റിങ്കു ആ പക്ഷിയെ എടുക്കുകയാണ്. ഹി കെയർഫുള്ളി പ്ലേസ്ഡ് ഇറ്റ് ഇൻ ദ നെസ്റ്റ്. അവൻ ശ്രദ്ധയോടെ ആ പക്ഷിയെ അതിന്റെ കൂട്ടില് പ്ലേസ് ചെയ്തു. ദ ബേബി ബേർഡ് ചിർപ്ഡ് ഹാപ്പിലി. അപ്പോൾ ആ പക്ഷി വളരെ സന്തോഷത്തിൽ ചിലച്ചു. ആ ചെറിയ പക്ഷി വളരെ സന്തോഷത്തിൽ ചിലക്കുകയാണ്. മദർ ബേർഡ് ലുക്ക്ഡ് അറ്റ് ദ ബോയ് താങ്ക്ഫുള്ളി. അപ്പോൾ വളരെ നന്ദിയോടെ അമ്മ പക്ഷി ഈ ബോയെ നോക്കി. ബട്ട് ഹി കുഡന്റ് സീ ദ ബേർഡ്. ഹി വാസ് ബ്ലൈൻഡ്. പക്ഷെ എന്താണ്, റിങ്കുവിന് പക്ഷിയെ കാണാനായിട്ട് പറ്റില്ല. കാരണം റിങ്കു ബ്ലൈൻഡ് ആണ്. റിങ്കുവിന് കണ്ണ് കാണില്ല. റിങ്കു അന്ധനാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, റിങ്കു കൈ കൊണ്ട് തപ്പിയിട്ടാണ് ആ ബേർഡിനെയും അതുപോലെ തന്നെ ആ മരത്തിനെയൊക്കെ ഫീൽ ചെയ്തിരുന്നത്. റിങ്കുവിന് ആ പക്ഷിയെ കാണാനായിട്ട് പറ്റിയില്ല, കാരണം അവൻ അന്ധനായിരുന്നു. അപ്പൊ ഈ സ്റ്റോറിയിലും നമുക്കൊരു ആക്ട് ഓഫ് കൈൻഡ്നെസ് അല്ലെങ്കിൽ ഒരു ടെൻഡർ ടച്ച് ആണ് കാണാൻ പറ്റുന്നത് അല്ലെ. റിങ്കു ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള കുട്ടിയായിരുന്നിട്ട് പോലും ആ ശബ്ദം ശ്രദ്ധയോടെ കേട്ട് അവൻ ആ പക്ഷിയെ അതിന്റെ അമ്മയുടെ അടുത്തേക്ക് എത്തിക്കുകയാണ്. അപ്പൊ അത്രയും ശ്രദ്ധയോടെ അവൻ ആ പക്ഷിയെ ഹെൽപ്പ് ചെയ്യാനായിട്ട് എല്ലാ ശ്രമവും നടത്തി എന്നാണ് നമുക്ക് ഇതിൽ കാണാനായിട്ട് പറ്റുന്നത്. ഇനി നമുക്ക് ആക്ടിവിറ്റി 15 നോക്കാം. അതിൽ റീകാസ്റ്റ് ദ സ്റ്റോറി ഇൻ മൈ വേർഡ്സ്. നിങ്ങളുടെ ഭാഷയിൽ ഈ കഥയെ വീണ്ടും എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കഥയിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഇവിടെ ഓരോ ചിത്രങ്ങളായിട്ടും അതുപോലെ തന്നെ ചോദ്യങ്ങളായിട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതിയാൽ തന്നെ നമുക്ക് ഈ കഥ വേറൊരു രീതിയിൽ പറയാം അല്ലെ. അപ്പൊ ആദ്യത്തെ ചിത്രം എന്താണ്? വാട്ട് ഡിഡ് സാഷാസ് മദർ ഡു? സാഷയുടെ അമ്മ എന്താണ് ചെയ്തത്? വാട്ട് വാസ് സാഷാസ് ഫാദർ ഡൂയിങ്? സാഷയുടെ അച്ഛൻ എന്താണ് അടുക്കളയിൽ ചെയ്യുന്നത്? വാട്ട് ഡിഡ് സാഷ ഡു? സാഷ സ്കൂളിൽ എന്താണ് ചെയ്തത്? ഹൂ ഡിഡ് സാഷ സീ നിയർ ദ ഡോർ? വാതിലിനടുത്ത് സാഷ ആരെയാണ് കണ്ടത്? വാട്ട് ഡിഡ് സാഷ ആൻഡ് നവീൻ ഹിയർ? സാഷയും നവീനും നടന്നു വരുന്ന വഴിയിൽ എന്താണ് കേട്ടത്? വാട്ട് ഡിഡ് സാഷ ഗിവ് കവിത? കവിതയ്ക്ക് സാഷ എന്താണ് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തത്? വാട്ട് ഹാപ്പൻ ഇൻ ദ സ്കൂൾ അസംബ്ലി? സ്കൂൾ അസംബ്ലിയിൽ അവസാനം എന്താണ് ഉണ്ടാവുന്നത്? എവറിബഡി ബിക്കെയിം ഹാപ്പി. വൈ? എല്ലാവർക്കും വളരെ സന്തോഷമാവുന്നുണ്ട്. അതിന്റെ കാരണം എന്താണ്?
അപ്പോൾ ഈ 8 ചോദ്യങ്ങളുടെ ഉത്തരം എഴുതിയാൽ തന്നെ നമുക്ക് ഈ കഥയെ നമ്മളുടേതായ ഭാഷയിൽ വീണ്ടും എഴുതാം. നമുക്ക് ഇതിന് ഉത്തരം എഴുതിയിട്ട് എങ്ങനെയാണ് ഈ കഥ വേറൊരു ഭാഷയിൽ എഴുതാൻ നോക്കാം. നറേറ്റ് ദ സ്റ്റോറി ഇൻ യുവർ വേർഡ്സ്. അപ്പൊ നിങ്ങളുടെ ഭാഷയിൽ കഥ എഴുതാം. യു മേ ഡ്രോ പിക്ചേഴ്സ് ആസ് വെൽ. അപ്പൊ നിങ്ങൾ ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ചിത്രം വരയ്ക്കാൻ പറ്റുമെങ്കിൽ ഈ കഥയ്ക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ചിത്രം കൂടി നിങ്ങൾ വരയ്ക്കാനായിട്ട് നോക്കുക. നമുക്ക് കഥ വായിക്കാം. വൺ മോർണിംഗ് സാഷാസ് മദർ വോക്ക് ഹെർ അപ്പ്. ഒരു ദിവസം രാവിലെ സാഷയുടെ അമ്മ അവളെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. സാഷ ഗോട്ട് റെഡി ഫോർ സ്കൂൾ. സാഷ സ്കൂളിലേക്ക് റെഡിയായി. ഹെർ ഫാദർ വാസ് കുക്കിംഗ് ഹെർ ഫേവറേറ്റ് സ്നാക്ക് ഉണ്ണിയപ്പം. സാഷയുടെ അച്ഛനാണെങ്കിലോ അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്നാക്ക് ആയിട്ടുള്ള ഉണ്ണിയപ്പം കുക്ക് ചെയ്യുന്നുണ്ടായിരുന്നേ. സാഷ ടുക്ക് സം ഉണ്ണിയപ്പം ടു സ്കൂൾ. സാഷ കുറച്ച് ഉണ്ണിയപ്പം സ്കൂളിലേക്ക് കൊണ്ടുപോയി. ഇൻ ദ ക്ലാസ് ഷി ഷെയർഡ് ഇറ്റ് വിത്ത് ഹെർ ഫ്രണ്ട്സ്. ക്ലാസ്സിൽ അത് സാഷ എല്ലാവർക്കും ഷെയർ ചെയ്തു. ഷീ സോ എ പുവർ ഗേൾ നിയർ ദ ഡോർ. വാതിലിനടുത്ത് സാഷ ഒരു പാവം പെൺകുട്ടിയെ കണ്ടു. ദ ഗേൾ ലുക്ക് ടയേർഡ് ആൻഡ് സ്കെയർഡ്. ആ പെൺകുട്ടിയാണെങ്കിലോ വളരെ ക്ഷീണിതയായിട്ടും അതുപോലെ തന്നെ വളരെ ഭയത്തിലുമാണ് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നത്. സാഷ ഫെൽറ്റ് സാഡ് ഫോർ ഹെർ. സാഷയ്ക്ക് ആ പെൺകുട്ടിയെ കണ്ടപ്പോൾ വളരെയധികം വിഷമായി. ആഫ്റ്റർ സ്കൂൾ സാഷ ആൻഡ് നവീൻ ഹേർഡ് എ സോങ്. സ്കൂളിന് ശേഷം സാഷയും നവീനും വരുന്ന വഴിയിൽ ഒരു പാട്ട് കേൾക്കുകയാണ്. ദേ സോ ദ ഗേൾ സിംഗിങ് ആൻഡ് ടേക്കിംഗ് കെയർ ഓഫ് ഹെർ ലിറ്റിൽ ബ്രദർ. ഇപ്പൊ സാഷയും നവീനും കണ്ടത് ഈ പെൺകുട്ടി അവളുടെ അനിയനെ തൊട്ടിലാട്ടാണ് പാട്ട് പാടിയിട്ട് അവളുടെ അനിയനെ നോക്കുന്നതാണ് കണ്ടത്. സാഷ ഗേവ് ഹെർ എ പിക്ചർ സ്റ്റോറി ബുക്ക്. സാഷ ആ കുട്ടിക്ക് ഒരു പിക്ചർ സ്റ്റോറി ബുക്ക് സമ്മാനമായിട്ട് കൊടുത്തു. ദേ ടോൾഡ് ദെയർ ടീച്ചർ അബൌട്ട് ദി ഗേൾ. അതുപോലെ തന്നെ അവരുടെ ടീച്ചറോട് അവർ ഈ പെൺകുട്ടിയെ പറ്റി പറയുന്നുണ്ട്. ദ ടീച്ചർ ഹെൽപ് ദ ഗേൾ ജോയിൻ ദ സ്കൂൾ. എവ്രി വൺ വാസ് ഹാപ്പി. അപ്പൊ ടീച്ചർ ആ കുട്ടിയെ സ്കൂളിൽ ജോയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തു. അങ്ങനെ എല്ലാവരും സന്തോഷത്തിലായി. അപ്പൊ നമുക്ക് ഇങ്ങനെ നമ്മളുടെ ഭാഷയിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഭാഷയിൽ ഈ കഥ ഒന്നും കൂടി റീകാസ്റ്റ് ചെയ്യാം. അപ്പൊ നിങ്ങൾ ഇതുപോലെ തന്നെ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുന്ന രീതിയിൽ കഥ വീണ്ടും എഴുതാനായിട്ട് സ്വയം നോക്കുക. അതുപോലെ തന്നെ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ചിത്രങ്ങളും വരയ്ക്കുക. ഇനി നമുക്ക് ഈ യൂണിറ്റിലെ ഏറ്റവും അവസാനത്തെ ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 16. ഒബ്സർവ് ദ പിക്ചേഴ്സ്, റൈറ്റ് എ സ്റ്റോറി ഇൻ മൈ ക്രിയേറ്റീവ് സ്പേസ്. ഇവിടെ കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ആ ചിത്രങ്ങൾ നോക്കിയിട്ട് ഇതൊരു സ്റ്റോറി ആയിട്ട് മൈ ക്രിയേറ്റീവ് സ്പേസിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ചിത്രങ്ങൾ നോക്കാം. ആദ്യത്തെ ചിത്രത്തിൽ ഒരു പെൺകുട്ടി ഫ്രൂട്ട്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് കാട്ടിൽ നിന്ന് പുറത്തേക്ക് പോവാണ്. അപ്പൊ കുട്ടി ഒരു ബാസ്ക്കറ്റിൽ ഈ ഫ്രൂട്ട്സ് ഒക്കെ തലയിൽ വെച്ചിട്ടാണ് പോകുന്നത്. പോകുന്ന വഴിയിൽ എന്താ ഉണ്ടാവുന്നേ? ഒരു ആന അതിൽ നിന്ന് ഒരു ഓറഞ്ച് എടുക്കുന്നുണ്ട്. അതുപോലെ ഒരു മങ്കി എന്തെടുക്കുന്ന ഒരു പഴം എടുക്കുന്നുണ്ട് അല്ലെ, ഒരു ബനാന എടുക്കുന്നുണ്ട്. പിന്നെ ഒരു ജിറാഫ് എന്താ ചെയ്യുന്നത്? ജിറാഫ് ഒരു പൈനാപ്പിൾ ആണ് കഴിക്കുന്നത്. അവസാനം ഒരു തത്ത, ഒരു പാരറ്റ് അതിൽ നിന്ന് ഒരു പ്ലമ്മും എടുക്കുന്നുണ്ട്. അവസാനം ഒരു ആട് വന്ന് അതിന്റെ കൊമ്പ് കൊണ്ട് ഈ മാവിലിടിക്കുകയാണ്. അങ്ങനെ മാവിലിടിക്കുമ്പോൾ ആ മാവിലെ മാങ്ങയൊക്കെ ആ കുട്ടിയുടെ കൊട്ടയിലേക്ക് വീഴാണ്. അപ്പോൾ കാലിയായിരുന്ന കൊട്ടയിൽ നിറയെ മാങ്ങയാണ് ഇപ്പോൾ വന്നത്. അങ്ങനെ ആ പെൺകുട്ടി അവളുടെ ഫ്രണ്ടിന്റെ അടുത്ത് എത്തിയപ്പോൾ വളരെ സർപ്രൈസ് ആയിട്ട് നോക്കുകയാണ്, എങ്ങനെയാണ് ഇത്രയും മാങ്ങ ഇതിൽ വന്നത് എന്ന് അതിശയിച്ച് നിൽക്കുകയാണ് ആ ഗേളും ആ ഗേളിന്റെ ഫ്രണ്ടും. അപ്പൊ നമുക്ക് ഇതാണ് ക്രിയേറ്റീവ് സ്പേസിൽ സ്റ്റോറി ആയിട്ട് എഴുതണ്ടേ. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ കഥ വരുന്നതെന്ന്. അപ്പൊ ഈ കഥയുടെ പേര് വരുന്നത് ഹെൽപ്പിംഗ് ഹാൻഡ് എന്നാണ്. വൺ ഡേ എ ഗേൾ വെന്റ് ടു ദ ഫോറസ്റ്റ്. ഒരു ദിവസം ഒരു പെൺകുട്ടി ഒരു കാട്ടിലേക്ക് പോയി. ഷി കളക്ടഡ് ഫ്രൂട്ട്സ് ആൻഡ് പുട്ട് ദം ഇൻ എ ബാസ്ക്കറ്റ്. ഷി ക്യാരിഡ് ദ ബാസ്ക്കറ്റ് ഓൺ ഹെർ ഹെഡ്. അപ്പൊ അവൾ ഫ്രൂട്ട്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് അതൊരു കുട്ടയിലാക്കി ആ ബാസ്ക്കറ്റ് തലയിൽ വെച്ചിട്ട് തിരിച്ചു വരികയാണ്. ഓൺ ദ വേ മെനി ആനിമൽസ് സോ ദ ഫ്രൂട്ട്സ്. വരുന്ന വഴിയിൽ കുറെ മൃഗങ്ങൾ ആ ഫ്രൂട്ട്സ് കണ്ടു. ആൻഡ് എലിഫന്റ് ടുക്ക് എൻ ഓറഞ്ച്. ഒരു ആന ഒരു ഓറഞ്ച് എടുത്തു. A monkey also took a banana. ഒരു മങ്കി ആണെങ്കിൽ ഒരു പഴം എടുത്തു. A giraffe ate a pineapple from the basket. ആ കൊട്ടയിൽ നിന്ന് ഒരു ജിറാഫ് ഒരു പൈനാപ്പിൾ എടുത്തു. Finally a parrot picked a plum. അവസാനം ഒരു തത്ത എന്താ എടുത്തത്? ഒരു പ്ലം എടുത്തു. Soon the basket became empty. അങ്ങനെ പെട്ടെന്ന് തന്നെ എന്തുണ്ടായി? ആ ബാസ്ക്കറ്റ് കാലിയായി. Her pet got bumps on a mango tree and many mangoes fell into her basket. പക്ഷെ എന്തുണ്ടായത്? അവളുടെ പെറ്റ്, അവൾ വളർത്തുന്ന ഒരു ആട് ആ മരത്തിൽ വന്ന് ഇടിക്കുകയാണ്. ബമ്പിയാന്ന് പറഞ്ഞാൽ കൂട്ടിമുട്ട. അവളെ കൊമ്പ് കൊണ്ട് കൂട്ടിമുട്ടിയപ്പോൾ കുറേ മാങ്ങകൾ, കുറേ മാമ്പഴം അവളുടെ കൊട്ടയിലേക്ക് വീഴാണ്. ദ ഗേൾ ആൻഡ് ഹെർ ഫ്രണ്ട്സ് ആർ സർപ്രൈസ്ഡ്. അങ്ങനെ ആ പെൺകുട്ടിയും അവളുടെ കൂട്ടുകാരിയും സർപ്രൈസ് ആയി. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ സ്റ്റോറി വരുന്നത്. ഇതോട് കൂടിയിട്ട് നമ്മുടെ എല്ലാ ആക്ടിവിറ്റീസും കഴിയാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റും അതിലെ എല്ലാ ആക്ടിവിറ്റീസും നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അടുത്ത യൂണിറ്റ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അതുവരെ എല്ലാവർക്കും ബൈ.